റിലേറ്റഡ് ആയിട്ട് നമുക്ക് റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ജേർണൽസ് ആണ്. സോ നമുക്ക് SEOക്കും കേസിൽ ഞാൻ പറയാറുള്ള 2 ജേർണൽസ് ആണ്. നമുക്ക് ഈ ഒരു ജേർണലിൽ തന്നെ നമുക്ക് ഈ ഒരു PPCക്ക് വേണ്ടിയിട്ടും കുറച്ചുകൂടി ഇൻഫോർമേഷൻസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഗൂഗിൾ പറയുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കുറച്ചുകൂടി ഡാറ്റാസ് ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 വെബ്സൈറ്റുകളാണ്. ഒന്ന് സെർച്ച് എഞ്ചിൻ ജേർണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റ്. സെർച്ച് എഞ്ചിൻ ജേർണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെബ്സൈറ്റ്. നമുക്ക് ഈ വെബ്സൈറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ആക്ച്വലി SEO, SMM അല്ലെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് മീഡിയാസ് അല്ലെങ്കിൽ പെയ്ഡ് ആഡ്സ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ഡാറ്റാസും ഓർഗാനിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ തരുന്ന കുറെ ഡാറ്റാസ് ഇതിനകത്ത് ഉണ്ടാവും. ഗൂഗിളിന്റെ കുറെ അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സെർച്ച് എഞ്ചിൻ ജേർണലിൽ വന്നാൽ കാണാൻ പറ്റും. ഞാൻ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷൻ സമയത്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സെക്ഷൻസിന്റെ അകത്തുള്ള ഗൂഗിളിന്റെ കുറെ ഡാറ്റാസ് അല്ലെങ്കിൽ ഗൂഗിൾ പറയുന്ന അല്ലെങ്കിൽ ഗൂഗിൾ റിലേറ്റഡ് ആയിട്ട് കുറെ എക്സ്പേർട്സിന്റെ ന്യൂ ആയിട്ടുള്ള എന്തെങ്കിലും അപ്ഗ്രേഡ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അൽഗോരിതംസിന്റെ ചേഞ്ചസോ ഒക്കെ നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു സെർച്ച് എഞ്ചിൻ ജേർണലിന്റെ അകത്ത്. ആൻഡ് നമുക്ക് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻ മെനുവിൽ തന്നെ ഉണ്ട്. ഇനി ലേറ്റസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറിയിൽ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ പറ്റും. SEO ന്യൂസ് ഉണ്ട്. PPCക്ക് വേണ്ടി മാത്രം നമുക്ക് ആക്ച്വലി PPCന്റെ ന്യൂസ് ആണ് വേണ്ടത്. PPC റിലേറ്റഡ് ആയിട്ടുള്ള ചില ന്യൂസ് ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ അവിടെ ഒരുപാട് ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടാവും. മാക്സിനെ പറ്റി, പെർഫോമൻസ് മാക്സിനെ പറ്റി ഒക്കെ നമുക്ക് ഇവിടെ എക്സ്ട്രാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത്? ഉണ്ടായിരുന്നല്ലേ, ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. സോ സെർച്ച് എഞ്ചിൻ ജേർണൽ സ്ക്രീൻ വിസിബിൾ അല്ലേ? യെസ്. ഓക്കെ, ഇതാണ് ആ ഒരു വെബ്സൈറ്റ്, സെർച്ച് എഞ്ചിൻ ജേർണൽ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ്. സോ സെർച്ച് എഞ്ചിൻ ജേർണലിൽ നമുക്ക് ഞാൻ ഈ സെക്ഷനാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് കുറച്ചുകൂടെ ഈ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും. നമ്മൾ SEOനെ പറ്റി അല്ലെങ്കിൽ PPC ഇതാണ് നമുക്ക് വേണ്ടത്. പേപ്പർ ക്ലിക്കിനെ പറ്റിയിട്ടുള്ള കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. അതിന്റെ കുറെ ജേർണൽസ് ആണ്, നമുക്ക് പോയി വായിക്കാം. ഇത് പുതിയ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, ഈ ഒരു ഫീൽഡിൽ നടക്കുന്ന പുതിയ എന്തെങ്കിലും ഇൻവെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ടുള്ള എലമെന്റ്സ് ഗൂഗിൾ ആഡ്സിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് അല്ലെങ്കിൽ ഗൂഗിളിന്റെ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഇത് എക്സ്ട്രാ ന്യൂസുകളാണ്. അത് നിങ്ങൾക്ക് മെനുവിൽ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ എക്സ്ട്രാ ആയിട്ട് ഒരുപാട് നമുക്ക് അവിടെ മെനുവിൽ ഓപ്ഷൻസ് ഉണ്ട്. സോഷ്യൽ, പെയ്ഡ് മീഡിയ, SEO എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഇവിടെ വെബിനാർസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വെബിനാർസ് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള വെബിനാറുകൾ ഉണ്ടാവും. ഫ്രീ വെബിനാറുകളായിരിക്കും. സോ നമുക്കത് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഡിഫറെന്റ് ആയിട്ടുള്ള വെബിനാർസ് നമുക്ക് കുറച്ചുകൂടിയും ഹൈ ലെവൽ എക്സ്പെർട്ടൈസ് ചെയ്തിട്ടുള്ള ആളുകളുടെ കുറച്ചുകൂടിയും നല്ല ഒരു ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ AI പറ്റിയിട്ടും അല്ലെങ്കിൽ വെബിനാറിലേക്ക് നമ്മുടെ ആഡ്സിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഈ വെബിനാർസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഫ്രീ ആയിട്ട് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ദെൻ ഞാൻ പറഞ്ഞത് ഈ പെയ്ഡ് മീഡിയ. ഈ പെയ്ഡ് മീഡിയ എന്ന് പറഞ്ഞ സെക്ഷൻ്റെ അകത്ത് നമുക്ക് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള പെയ്ഡ് മീഡിയ അഡ്വർടൈസിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള പലതരം ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിന്റെ എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും എലമെന്റ്സും കാര്യങ്ങളും ഒക്കെ ഒരുപാട് ഡിസ്കഷൻസും ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. സോ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്തുള്ള ആർട്ടിക്കിൾ വായിക്കാവുന്നതാണ്. ഇതിൻ്റെ അകത്തുള്ള ജേർണൽസ് നിങ്ങൾ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക. അതായത് ഒരുപാട് പുതിയ അപ്ഡേറ്റ്സും കാര്യങ്ങളും എല്ലാ സ്ഥലത്തും വരുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ജേർണൽ യൂസ് ചെയ്തിട്ട് ഇനി പെയ്ഡ് ആഡ്സ് മാത്രമല്ല, ഐ മീൻ ഗൂഗിൾ ആഡ്സോ അല്ലെങ്കിൽ മറ്റേ ആഡ്സിന്റെ കേസിൽ മാത്രമല്ല, കംപ്ലീറ്റ് ഒരു SEO അല്ലെങ്കിൽ ഓർഗാനിക് ആയിട്ടുള്ള കേസിലും അതുപോലെ സോഷ്യൽ മീഡിയന്റെ കേസിലൊക്കെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടും
അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും ആൻഡ് എക്സ്ട്രാ വെബിനാർസും മീറ്റിംഗ്സും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ ഫോമുകളും കാര്യങ്ങളൊക്കെ ഈ ഒരു സെർച്ച് എഞ്ചിൻ ജേർണൽ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ ജേർണലിന്റെ അകത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അപ്ഡേഷൻസ് എല്ലാ കേസിലും പുതിയതായിട്ട് അപ്ഡേഷൻസ് ഉണ്ടാവുന്നതാണ്. അപ്പം ഈ ഒരു ജേർണൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതേപോലുള്ള വേറൊരു ജേർണലാണ് സെർച്ച് എഞ്ചിൻ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ജേർണൽ. നമ്മൾ ഏതാണ്ട് സെർച്ച് എഞ്ചിൻ ജേർണൽ പോലെ തന്നെയാണ് ഉണ്ടാവുക ഈ സെർച്ച് എഞ്ചിൻ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ജേർണൽ. ഇതിന്റെ അകത്തും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. SEO, AI SEO, അതുപോലെ തന്നെ PPC ടൂൾസിനെ പറ്റിയിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. അതുപോലെ PPC റിലേറ്റഡ് ആയിട്ടുള്ള പെയ്ഡ് സോഷ്യൽ, പെയ്ഡ് സെർച്ച്, നമ്മളെ സെർച്ച് ആഡിനൊക്കെ പറ്റിയിട്ട് എക്സ്ട്രാ ആയിട്ട് കുറെ കാര്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ബ്ലോഗുകളും അല്ലെങ്കിൽ ജേർണൽസും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സോ നിങ്ങൾക്ക് ഈ ഒരു സെർച്ച് എഞ്ചിൻ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വെബ്സൈറ്റും നമുക്ക് ഇൻഫർമേഷൻ ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിസർച്ച് ചെയ്തിട്ട് കുറച്ചുകൂടിയും ഡാറ്റാസും അല്ലെങ്കിൽ കുറച്ചുകൂടിയും പുതിയ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് കാണാനും വേണ്ടിയിട്ട് നമുക്ക് ഈ രണ്ട് വെബ്സൈറ്റുകളും യൂസ് ചെയ്യാവുന്നതാണ്. സോ റിസർച്ചിന് വേണ്ടി യൂസ് ചെയ്യാവുന്ന വെബ്സൈറ്റുകളാണ്, നോട്ട് ചെയ്ത് വെക്കണം. ഈ വെബ്സൈറ്റ് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു വെബ്സൈറ്റ് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനിലേക്ക് പോവാണ്. പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ പണ്ട് പെർഫോമൻസ് മാക്സിന് ഒരു ഓവർവ്യൂ തരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് കംപ്ലീറ്റ്ലി ഗൂഗിളിന്റെ AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആയിരിക്കും. ഗൂഗിളിന്റെ AI ബേസ്ഡ് ആയിട്ടുള്ള ക്യാമ്പയിൻ ആയിരിക്കും ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ. നമ്മൾ ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനിൽ നമുക്ക് എന്തെങ്കിലും റോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോപ്പർ ഓഡിയൻസിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ പ്രോപ്പർ കീവേഡ്സോ ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓഡിയൻസിനൊന്നും ആയിരിക്കില്ല ഗൂഗിൾ ഈ ഒരു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക. ചില കേസിൽ ഫണ്ട് ഭയങ്കരമായിട്ട് സ്പെൻഡ് ആവാനും അതുപോലെ തന്നെ നമുക്ക് റിസൾട്ട് വേണ്ടാത്ത റിസൾട്ട് ഒക്കെ കിട്ടാനുള്ള, അതായത് നമുക്ക് സ്പാം ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനുള്ള സാധ്യത പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താന്ന് പറഞ്ഞാൽ ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ അങ്ങനെ ഇങ്ങനെയൊന്നും പെട്ടെന്ന് ചെയ്യേണ്ട ഒരു ക്യാമ്പയിൻ അല്ല. നമ്മൾ അറിയാം പെർഫോമൻസ് ക്യാമ്പയിൻ മാക്സ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്രോസ് ദ പ്ലാറ്റ്ഫോംസ്, ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിലേക്ക് നമുക്ക് ആഡുകൾ റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ ടൈപ്പ് ആയിരുന്നു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ എന്നുള്ളത്. അപ്പം ഇത് സ്വാഭാവികമായിട്ടും സെർച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയും ഡിസ്പ്ലേ ആഡ് ആയിട്ടും വെബ്സൈറ്റുകളിലും വീഡിയോ ആഡ്സ് ആയിട്ട് യൂട്യൂബിലും അങ്ങനെ ഡിഫറെന്റ് ചില കേസിൽ നമുക്കത് ബിസിനസ് പ്രൊഫൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മളെ മാപ്പിന്റെ മുകളിൽ സ്പോൺസേർഡ് ആയിട്ടുള്ള ആഡൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ അക്രോസ് ദ പ്ലാറ്റ്ഫോംസിനകത്ത് എല്ലായിടത്തും കൂടി സിംഗിൾ ക്യാമ്പയിൻ കൊണ്ട് നമുക്ക് എന്ത് ആഡ് റൺ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ക്യാമ്പയിൻ ടൈപ്പ് ആണ് ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ എന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ ഈ ഒരു കേസ് പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. അതായത് പ്രോപ്പർ ആയിട്ട് നമുക്ക് കീവേഡ്സ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, ഓഡിയൻസിനെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നമുക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ മാത്രമേ ഗൂഗിളിന് കൊടുക്കാൻ പറ്റുള്ളൂ, ആരാണ് നമ്മളെ ഓഡിയൻസ് എന്നുള്ളതും ഏതാണ് നമ്മളുടെ കീവേഡ്സ്, എന്ത് കീവേഡ്സിൽ സെർച്ച് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണിക്കേണ്ടത് എന്നുള്ളതൊക്കെ. അതായത് കീവേഡ് തീം, ഓഡിയൻസ് തീം അല്ലെങ്കിൽ നമുക്കൊരു സിഗ്നൽസ് മാത്രമേ ആക്ച്വലി കൊടുക്കാൻ പറ്റുള്ളൂ. എക്സാക്ട് ആയിട്ട് അവരെ തന്നെ ടാർഗറ്റ് ചെയ്യണം എന്നുള്ളത് ഗൂഗിളിന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. ഒരു സിഗ്നൽ കൊടുക്കാം ഇതുപോലുള്ള ഓഡിയൻസിനെ. അപ്പം നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ വെച്ചിട്ട് അതേ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് പകരം ഗൂഗിൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലത്തെ ഒരുപാട് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്ത് ആഡ് റൺ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഈ ഒരു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ഞാൻ കൺവേർഷൻ ട്രാക്കിംഗ് എടുത്തിട്ട് നിങ്ങൾ ചെയ്താൽ മതി. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് കൺവേർഷൻ ട്രാക്ക് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ അല്ലെങ്കിൽ ആഡ് അക്കൗണ്ടിനായിരിക്കും
പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ കുറച്ചുകൂടി ബെനിഫിറ്റ് ആവുന്നത്. അതായത് നമ്മൾ നല്ല പ്രോപ്പർ ആയിട്ട് കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഏതാണ് നമ്മൾ കറക്റ്റ് കൺവേർഷൻ എങ്ങനെയാണെന്നുള്ളത് ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ കൺവേർഷൻ വന്നിട്ടുള്ള ഓഡിയൻസിനെ വെച്ച് പഠിച്ചിട്ടായിരിക്കും ഗൂഗിള് ആരെയാണ് ഈ ക്യാമ്പയിൻസ് അല്ലെങ്കിൽ ഈ ഒരു ആഡ് കാണിക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കുന്നുണ്ടാവുക. അതായത് പ്രോപ്പർ കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്യാത്ത ഒരു ആഡ് അക്കൗണ്ടിന്റെ അകത്താണ് നിങ്ങൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ഫണ്ട് സ്പെൻഡ് ആയി പോകാനുള്ള പോസിബിലിറ്റി, അതായത് വെറുതെ ഫണ്ട് സ്പെൻഡ് ആയി പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം തൊട്ടാൽ കൊള്ളുന്ന ഒരു ക്യാമ്പയിനാണ്, നല്ല റിസൾട്ടും കിട്ടുന്ന ക്യാമ്പയിനാണ്. പക്ഷെ കൺവേർഷൻ ട്രാക്കിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. ഒരു പ്രോപ്പർ കൺവേർഷൻ ട്രാക്കിംഗ്, അതായത് നമ്മൾ ഇതിനു മുന്നേ റൺ ചെയ്ത ആഡുകൾ ത്രൂ ഒക്കെ വന്നിട്ടുള്ള കൺവേർഷൻ ഏതാണെന്നുള്ളത് നമ്മൾ പ്രോപ്പർ ആയിട്ട് എത്ര കൺവേർഷൻ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മുടെ കൺവേർഷൻ, നമ്മൾ എന്താണ് നമ്മുടെ കൺവേർഷൻസ് എന്നുള്ളതും, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ കൺവേർഷൻ ആയിട്ട് കണക്കാക്കുന്നത് എന്നുള്ളതും, എത്ര കൺവേർഷൻസ് വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഗൂഗിൾ ഒന്ന് പഠിച്ചതിന് ശേഷം ആ കൺവേർഷൻ വന്നിട്ടുള്ള ഓഡിയൻസിനെ പ്രോപ്പർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും ഗൂഗിൾ നമ്മുടെ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റിപ്പീറ്റഡ്ലി മാറ്റി കാണിച്ചു കൊടുക്കുന്നുണ്ടാവാം. സോ കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് ഉണ്ടാവില്ല. പ്രോപ്പർ കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്തിട്ടുള്ള, ഇതിന് മുന്നേ ഒരു ക്യാമ്പയിൻ ഒക്കെ ചെയ്ത്, സെർച്ച് ക്യാമ്പയിനും അല്ലെങ്കിൽ ഡിസ്പ്ലേ ക്യാമ്പയിനും ഒക്കെ ചെയ്തിട്ട് ഫൈനലി അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ കൂടെ തന്നെ നമ്മൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ കൺവേർഷൻ ആരൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ കൺവേർഷൻസിൽ കിട്ടാനും ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ ശ്രദ്ധിക്കുക, കൺവേർഷൻ ട്രാക്കിംഗ് മസ്റ്റ് ആണ്. ആൻഡ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ AI വെച്ചിട്ട് ഇതിന്റെ അകത്തുള്ള അസറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ആഡ്, അതായത് ഈ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ മാത്രം പോരല്ലോ, നമ്മൾ എല്ലാവരുടെയും കാണിക്കുന്നില്ലേ, ആ വീഡിയോസ്, അതുപോലെ തന്നെ ഇമേജസ്, അങ്ങനത്തെ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ AI വെച്ചിട്ട് തന്നെ ജനറേറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ബട്ട് കുറച്ചുകൂടിയും നമ്മൾ AI വെച്ച് ഡൈനാമിക് എന്ന് പറയുന്നത്, ഡൈനാമിക് ആഡ്സ് എന്ന് പറയും, AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാം. ഇനി റെസ്പോൺസീവ് ആഡ്സ് എന്ന് പറഞ്ഞാലാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി AI വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാത്ത, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ആഡുകൾ ഉണ്ട്. നമ്മൾ തന്നെ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് AI വെച്ച് തന്നെ അവിടെ നിന്ന് ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്ത് തരും. ആ ഒരു ഡൈനാമിക് ആഡുകൾ റൺ ചെയ്യാവുന്നതാണ്. പക്ഷെ നിങ്ങൾ റെസ്പോൺസീവ് ആഡ് റൺ ചെയ്യുന്നത് കുറച്ചുകൂടി ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. മറ്റേത് ടൈം സേവിംഗ് ആണ്, ഈസി ആയിട്ട് നമുക്ക് AI വെച്ചിട്ട് AI മൊത്തം ചെയ്തു തരും. പക്ഷെ എനിക്ക് തോന്നുന്നു കൺവേർഷൻ കിട്ടാൻ വേണ്ടി കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് നമ്മൾ റെസ്പോൺസീവ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആഡ്സും ഹെഡ്ലൈൻസും ഇമേജസും ഡിസ്ക്രിപ്ഷനും ഒക്കെ അല്ലെങ്കിൽ അസറ്റുകളൊക്കെ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ. നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല, അത് റണ്ണ് ചെയ്യേണ്ടത് എപ്പോഴും നമ്മൾ കൺവേർഷൻ ട്രാക്കിംഗ് കഴിഞ്ഞിട്ടായിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പണി കിട്ടാനുള്ള പോസിബിലിറ്റി ഏറ്റവും കൂടുതലാണ്. നമ്മുടെ കയ്യിലല്ല കൺട്രോൾ ഉള്ളത്, കൺട്രോൾ കൂടുതലും ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനിൽ ഗൂഗിളിന്റെ അടുത്തായിരിക്കും. നമ്മൾ എപ്പോഴെങ്കിലും ഇപ്പം ചില ക്യാമ്പയിൻസ് ഉണ്ടാവും, നമുക്ക് ലിമിറ്റഡ് ഓഡിയൻസ് മാത്രമുള്ള ചില ക്യാമ്പയിൻസ്, ആ ക്യാമ്പയിൻസിൽ എക്സാക്ട് ആയിട്ട് ഇന്ന കീവേഡ് സെർച്ച് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ എക്സാക്ട് ആയിട്ട് ചെറിയൊരു ടൈപ്പ് ഓഫ് ഓഡിയൻസ് മാത്രമുള്ള കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നതിൽ അവിടെ പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എക്സാക്ട് ഓഡിയൻസോ അല്ലെങ്കിൽ എക്സാക്ട് മാച്ച് കീവേഡ്സ് ഒക്കെ വെച്ച് റൺ ചെയ്യുന്ന ആഡുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എക്സാക്ട് ആയിട്ടുള്ള ഒരു കീവേഡ്സ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് നമ്മൾ ആഡ് കാണിക്കേണ്ടത്. അല്ലാണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള കീവേഡ്സിലൊന്നും ആഡ് കാണിച്ചിട്ട് കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ സജസ്റ്റ് ചെയ്യരുത്. കാരണം അവിടെ എക്സാക്ട് ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കില്ല പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നുണ്ടാവുക. അവിടെ റിലേറ്റഡ് ഓഡിയൻസിനും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ തീമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പേരെ ഈ ഒരു ആഡ് കാണിച്ചു കൊടുക്കാൻ മാക്സിമം പെർഫോമൻസ് ആണ്. അതാണ് അതുകൊണ്ട് ഗൂഗിൾ ഉദ്ദേശിക്കുന്നത്. സോ അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എക്സാക്ട് സെർച്ചുകൾക്ക് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സിംഗിൾ കീവേഡ്സ് പോലെ അങ്ങനത്തെ ഒരു കീവേഡ്സ് വെച്ചിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള സെർച്ച് ഒന്നും വരണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആ ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടിയും അതിനെക്കാട്ടും നല്ലത്
വേറെ ഏതെങ്കിലും ക്യാമ്പയിൻസ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്കറിയാം ക്രിയേറ്റ് ക്യാമ്പയിൻ. സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ആണ്. സോ ജസ്റ്റ് നമ്മുടെ ലാൻഡിംഗ് പേജ്. അപ്പൊ പെർഫോമൻസ് മാക്സ് ആണ് നമ്മളോട് ആക്ച്വലി എങ്ങോട്ടേക്കാണ് ആഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകേണ്ടതെന്നുള്ളത് നമ്മളോട് പറഞ്ഞു കൊടുക്കണം. സോ അവിടെ നമ്മുടെ ലാൻഡിംഗ് പേജ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ബിഡിങ്ങിൽ നിങ്ങൾക്ക് 2 ടൈപ്പ് ഓഫ് ഓപ്ഷൻ നിങ്ങൾക്ക് അറിയാം. കൺവേർഷൻസ് കൊടുക്കാം. നമുക്ക് കൂടുതൽ കൺവേർഷൻസ് വേണമെന്നുണ്ടെങ്കിൽ കൺവേർഷൻസ് കൊടുക്കാം. ഇനി കൺവേർഷൻ വാല്യൂ കൊടുക്കേണ്ട സിറ്റുവേഷൻ എപ്പോഴാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. കൺവേർഷൻ വാല്യൂ കൊടുക്കുന്നുണ്ടാവുക നമുക്ക് കൺവേർഷന്റെ നമ്പറിനെ കാട്ടും, അതായത് ലീഡ്സിനെ കാട്ടും ക്വാളിറ്റി ഉള്ള കൺവേർഷൻസ് ആണ് കൂടുതൽ വേണ്ടത് എന്നുണ്ടെങ്കിൽ ബിഡ് ചെയ്യുന്നത് കൺവേർഷൻ വാല്യൂവിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. 2 സിറ്റുവേഷൻ ഉണ്ട്, അത് രണ്ടും മനസ്സിലാക്കണം. കൺവേർഷൻ വാല്യൂ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എപ്പോഴും കുറച്ചുകൂടി നമ്പേഴ്സിനെ കാട്ടും ഗൂഗിൾ അവിടെ ലൈക്ക് കൊടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഗൂഗിൾ അവിടെ ശ്രദ്ധിക്കുന്നുണ്ടാവുക കുറച്ചുകൂടി ഇപ്പം 100 കൗണ്ട് കിട്ടുന്നതിനെ കാട്ടും കൺവേർഷൻ കൊടുക്കുകയാണെങ്കിൽ കൂടുതലും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക കൂടുതൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യണം. കൺവേർഷൻ വാല്യൂ കൊടുക്കുന്നുണ്ടാവുമെങ്കിൽ ഒരു വാല്യൂഡ് ആയിട്ടുള്ള അത്രയും എന്ത് വേണം, കുറച്ചുകൂടിയും പ്രോപ്പർ എന്ത് തരുന്ന റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ലീഡ്സിനെ മാത്രം. ചിലപ്പോൾ 50 ലീഡ്സ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും, 100 ലീഡ്സ് ഉണ്ടാവില്ല. പക്ഷെ ഇവരെന്തായിരിക്കും കുറച്ചുകൂടിയും അവിടെ റവന്യൂ കൂടുതൽ, നമ്മളെ റിട്ടേൺ ഓൺ ആഡ് സ്പെൻഡ് കൂടുതൽ, ആ സ്പെൻഡിനെ അനുസരിച്ചിട്ട് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കൺവേർഷൻ വാല്യൂ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് പെർ ആക്ഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. CPA അല്ലെ, അതായത് ഒരു ആക്ഷന്റെ ഒരു പേയ്മെന്റ് എത്രയാണെന്നുള്ളത് നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു കോസ്റ്റ് പെർ ആക്ഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വേണമെങ്കിൽ ഒരു ലൈക്ക് ഒരു ആവറേജ് വാല്യൂ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റ് എന്താണോ അതിന് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റ് എത്രയാണോ അതിൽ കുറഞ്ഞിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കണം എപ്പോഴും നമ്മൾ CPA ആയിട്ട് എടുക്കേണ്ടത്. അതായത് നമ്മൾ ആ പ്രൊഡക്റ്റിന്റെ സെയിൽ ചെയ്തിട്ട് അതിന് നമുക്ക് കിട്ടാൻ പോകുന്ന പ്രോഫിറ്റിന്റെ ഒരു ഹാഫ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കണം നമ്മൾ CPA സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ CPA സെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. അപ്പം അവിടെ ഉണ്ടാവുന്നുണ്ടാവുക കോസ്റ്റ് പെർ ആക്ഷൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗൂഗിളിനോട് പറഞ്ഞു കൊടുക്കുക നമുക്ക് ഒരു 200 രൂപയ്ക്ക് കോസ്റ്റ് പെർ ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ അതിന് 200 രൂപയ്ക്ക് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, അതിന് കിട്ടാവുന്ന ലീഡ് നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്ത് തരണം, അല്ലെങ്കിൽ അതിന് കിട്ടാവുന്ന, അല്ലെങ്കിൽ 200 രൂപ കിട്ടാവുന്ന ആൾക്കാരെ നമുക്ക് ഇവിടെ കൊണ്ടു തരണം എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ അവിടെ ബിഡ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇവിടെ ബിഡ് എമൗണ്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിള് ലീഡ്സ് നന്നായിട്ട് ജനറേറ്റ് ചെയ്ത് തരും. കാരണം അവിടെ ഗൂഗിളിന് ലിമിറ്റേഷൻസ് ഇല്ല, എത്ര രൂപയ്ക്ക് ബിഡ് ചെയ്യണം എന്നുള്ള ലിമിറ്റേഷൻസ് ഇല്ല. പക്ഷെ അവിടെ ആഡ് സ്പെൻഡ് കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. നല്ല രീതിയിൽ നമുക്ക് ഫണ്ട് സ്പെൻഡ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ലിമിറ്റേഷൻസ് വെച്ച് കൊടുക്കാണ്ട്, അതായത് CPA സെറ്റ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ്സ് റൺ ചെയ്യാം. ലീഡ്സ് ജനറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നിങ്ങളുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ നമുക്ക് ലിമിറ്റേഷൻസ് സെറ്റ് ചെയ്യാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് CPA കൊടുക്കാണ്ട് തന്നെ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യണം, നമുക്ക് അത്ര ഫണ്ടൊന്നും സ്പെൻഡ് ചെയ്യാനില്ല, നമുക്കൊരു ഈ ഒരു ലീഡിന് വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം കൊടുക്കാൻ പോകുന്ന, അല്ലെങ്കിൽ കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആ ഒരു എമൗണ്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോഫിറ്റിന്റെ കുറവായിരിക്കണം, എപ്പോഴും അതിന്റെ ഹാഫോ അതിന്റെ താഴത്തായിരിക്കണം ഈ ഒരു എമൗണ്ട് എന്നുള്ളത്. ഇനി കസ്റ്റമർ അക്വിസിഷനിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം ബിഡ് ചെയ്യാവുന്നതാണ്. സോ നമ്മൾ ആ കേസിൽ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ന്യൂ കസ്റ്റമേഴ്സിന് മാത്രം ബിഡ് ചെയ്യാവുന്ന രീതിയിൽ നമുക്ക് ആഡ് റൺ ചെയ്യാം, അല്ലെങ്കിൽ എല്ലാവരെയും ബിഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആഡ് റൺ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അവിടെ ആ ഒരു സെക്ഷൻ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ പരിചയമുള്ള ഒരു സെക്ഷനിലേക്കാണ് പോകുന്നത്. അതായത് ഇത് ആക്ച്വലി സെർച്ച് ആഡിലും ഡിസ്പ്ലേ ആഡിലും ഒക്കെ കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് മറന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സെക്ഷനാണ് ഈ ലൊക്കേഷനും ലാംഗ്വേജും ഈ പൊളിറ്റിക്കൽ ആഡ്സിന്റെ സെക്ഷനും.
ഈ 3 സെക്ഷനും എല്ലാത്തിലും ഏകദേശം സെയിം ആയിരിക്കും. ഈ ഒരു സെക്ഷൻ എന്തായാലും ഉണ്ടാവും. എല്ലാ ആഡുകൾ റൺ ചെയ്യുന്ന സമയത്തും ഈ ഒരു സെക്ഷൻ നിർബന്ധമായിട്ടും ഉണ്ട്. അപ്പം അറിയാലോ നമ്മൾ എന്താണ് അവിടെ സെറ്റപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഏത് ലൊക്കേഷനിൽ നിന്നുള്ള ആളുകൾക്ക് ആണ് നമ്മൾ ആഡ് കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. സോ ഇപ്പൊ ആ ലൊക്കേഷനിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലൊക്കേഷനിൽ നിന്ന് വെബ്സൈറ്റിൽ കയറുന്ന ആ ലൊക്കേഷനിൽ നിന്ന് യൂട്യൂബ് വീഡിയോ കാണുന്ന ആളുകളെ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടാവുള്ളൂ, നമ്മുടെ ആഡ് കാണിക്കുന്നുണ്ടാവുള്ളൂ. ആൻഡ് അവിടെ ലൊക്കേഷൻ ഓപ്ഷൻ ഉണ്ട്, പ്രസൻസ് ഓർ ഇൻട്രസ്റ്റും പ്രസൻസും. അപ്പം ചിലപ്പം ആ ലൊക്കേഷനിൽ വന്നു പോകുന്ന ആൾക്കാരൊക്കെ ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ലാംഗ്വേജ് റിപ്പീറ്റ് ചെയ്ത് പറയാണ്, നമ്മളത് ആ ഒരു ലൊക്കേഷനിൽ എല്ലാരെയും കാണിക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റീജിയണൽ ലാംഗ്വേജ് ടാർഗറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് അഥവാ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം, അവിടെ പിന്നെ ടിക്കറ്റ് കൊടുക്കണം. യെസ് കൊടുക്കരുത്, നോ കൊടുക്കണം. നോലായിരിക്കും നമ്മൾ, അതായത് നമ്മളെ ക്യാമ്പയിൻ എന്തല്ല, പൊളിറ്റിക്കൽ ആഡ് അല്ല എന്നുള്ള രീതിയിൽ. ഇനി മോർ സെറ്റിംഗ്സ് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന കാര്യമാണ്. നമുക്ക് ഡിവൈസസോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിനെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഡെമോഗ്രാഫിക്സ് എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിലോ അങ്ങനെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആഡ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടെങ്കിലോ നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇപ്പൊ ഏതെങ്കിലും ബ്രാൻഡിനെ നമ്മൾ അവിടെ എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിനെ എക്സ്ക്ലൂഡ് ബ്രാൻഡ് സോ യുവർ ആഡ്സ് വോണ്ട് ഷോ ഓൺ സെർച്ചസ് ദാറ്റ് മെൻഷൻ ദോസ് ബ്രാൻഡ്. അതായത് നേരത്തെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും സ്പെസിഫിക് ബ്രാൻഡ് സെർച്ചിന്റെ അകത്ത് നമ്മുടെ ആഡ് കാണണ്ട എന്നുള്ളത് ഉണ്ടോ എന്നുള്ളത്. അതായത് ഇപ്പം സീഡിയന്റെ ആഡ്, സീഡിയന്റെ കോമ്പറ്റീറ്റേഴ്സിന്റെ ആഡ് സെർച്ച് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ പേര് സെർച്ച് ചെയ്യുന്ന സമയത്ത് കാണുന്നുണ്ടോ അല്ലെങ്കിൽ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ബ്രാൻഡിനെ നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കാം, എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ശരിക്കും ഇപ്പം വേറൊരു ലൈക് ഏതെങ്കിലും കേസ് പറയുകയാണെങ്കിൽ ഇപ്പം നമ്മൾ മന്തിന്റെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കേസ് പറയാണ്, മന്തിന്റെ കേസ് തന്നെ. ഇപ്പം നമ്മളെ മന്തി ഹൗസിൽ പോകുന്ന ഒരാള്, പോവാൻ വിചാരിച്ച ഒരാള് മന്തി ഹൗസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നെഹദി വന്നു കഴിഞ്ഞാലും, ഇതൊരു മന്തി കഴിക്കുന്ന സ്ഥലമാണ് നെഹദി. അപ്പം മന്തി ഹൗസ് എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് നെഹദി വന്നാലും ഇയാളുടെ ഇന്റൻഷൻ ആ മന്തി ഹൗസ് പോകാൻ തന്നെയായിരിക്കും. അപ്പൊ വെറുതെ നമ്മൾ ആ മന്തി ഹൗസിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്തായാലും മന്തി ഹൗസ് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. ചില കേസിൽ നെഹദി കണ്ട നെഹദി ക്ലിക്ക് ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ നമുക്ക് വേണ്ടാത്തൊരു നമ്മളെ ബ്രാൻഡ് സെർച്ചിലാണ്. ചില സെർച്ച് ടേംസ് ഒക്കെ ഞാൻ ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നുണ്ട്. നെഗറ്റീവ് കീവേഡ്സുകൾ ആഡ് ചെയ്യുന്ന സമയം ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ബന്ധമില്ലാത്ത കുറെ ബ്രാൻഡിന്റെ പേരിന്റെ സെർച്ച് ക്വയറിയിലൊക്കെ നമ്മുടെ ആഡ് വന്ന് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ആ ഒരു ആഡ് വേണ്ടാത്ത സെർച്ചിൽ, അതായത് ചില ബ്രാൻഡിന്റെ ക്വയറീസിന്റെ അകത്തൊക്കെ നമ്മൾ ആഡ് വന്ന് കിടക്കുന്നുണ്ടാവും. സോ അത് നമ്മൾ ഫ്രീക്വന്റ്ലി വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫ്രീക്വന്റ്ലി വരാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾ എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മളെ സ്കെഡ്യൂൾ ചെയ്യാനുള്ള ഓപ്ഷനും ഒക്കെ നമുക്ക് ഈ മോർ സെറ്റിംഗ്സിന്റെ അകത്തുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മോർ സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ എപ്പോഴെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എക്സ്ക്ലൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ സ്റ്റാർട്ട് ഡേറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോകുന്ന സമയത്ത് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് ഇവിടെ ഈ ഒരു നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്ത് തരികയാണ് നമ്മളെ ഈ ഒരു കാര്യങ്ങൾ, അസറ്റുകളൊക്കെ നമുക്ക് നമ്മുടെ URLs ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. നമുക്ക് ജനറേറ്റ് അസറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസറ്റ് ജനറേറ്റ് ചെയ്ത് തരും. അതായത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവര് ഒന്ന് അനലൈസ് ചെയ്യുന്നതിന് സമയം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ട ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഓക്കെ, സോ അവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കുറച്ചുകൂടി നമുക്ക് ഈസി ആയി വർക്ക് അല്ലെ. അപ്പം ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ഹെഡ്ലൈൻ, ലോങ് ഹെഡ്ലൈൻസ് നമുക്കറിയാം, നമ്മൾ ലോങ് ഹെഡ്ലൈൻസ് ഉണ്ട്, അതുപോലെ എല്ലാം കൊടുക്കണ്ടല്ലേ.
നമുക്ക് കൊടുക്കേണ്ട കുറേ സാധനങ്ങളുണ്ട്. ഈ അസറ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബിസിനസിന്റെ പേര് നമ്മൾ കൊടുക്കണം. എന്താണ് ബിസിനസ് എന്നുള്ളത്, CBA അക്കാഡമി എന്നുള്ളത് ഞാൻ കൊടുത്തു. അപ്പം ഇവിടെ ഓട്ടോമാറ്റിക്കലി വേണ്ട CDA അക്കാഡമിന്റെ URL അവിടെ ഫെച്ച് ചെയ്തിട്ട് ആ URL എടുക്കാൻ പറ്റാവുന്ന ഡീറ്റെയിൽസ് ഒക്കെ എടുത്തതിന് ശേഷം അത് വെച്ചിട്ട് നമ്മളെ സെർച്ച് ആഡിന് വേണ്ടിയിട്ടുള്ള 15 ഹെഡ്ലൈൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. സെർച്ച് ആഡിന് വേണ്ടിയിട്ടുള്ള 15 ഹെഡ്ലൈൻസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. ഇനി ലോങ് ഹെഡ്ലൈൻസ് എപ്പോഴും നമുക്കറിയാം, ഡിസ്പ്ലേ ആഡ്സിനും യൂട്യൂബ് ആഡ്സിനും വേണ്ടിയിട്ടുള്ള ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷനും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഡിസ്പ്ലേ ആഡ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇമേജുകളും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. വീഡിയോസ് കിട്ടാത്തതുകൊണ്ടാണ്. സോ വീഡിയോസ് നമുക്ക് അവിടെ URL സെറ്റപ്പ് ചെയ്താവുന്നതാണ്. സോ അവിടെ ഇമേജുകളും കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്ത ഇമേജുകൾ ഞാൻ അവിടെ പറഞ്ഞു, നമുക്ക് ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് ആയിട്ട് അവിടെ ജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് നമ്മുടെ വെബ്സൈറ്റിൽ നിന്നും നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പേജിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള കണ്ടന്റ് നമുക്ക് അവിടെ ഡിസ്പ്ലേ ആഡുകളായിട്ട് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ആൻഡ് സൈറ്റ് ലിങ്ക് വരെ നമുക്ക് അവിടെ ആഡ് ചെയ്തു. സൈറ്റ് ലിങ്ക് വരെ നമുക്ക് അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള സൈറ്റ് ലിങ്കുകൾ. സോ സ്ട്രക്ചേർഡ് സ്നിപ്പറ്റും സെപ്പറേറ്റ് അവിടെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഈ അസറ്റുകൾ, എക്സ്ട്രാ ആയിട്ടുള്ള അസറ്റുകൾ, കോൾ എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റോ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അസറ്റോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഈ കേസിൽ ഇത് കംപ്ലീറ്റ്ലി ചെയ്തത് ആരാണെന്ന് നിങ്ങൾ കണ്ടതാണ്. ഒറ്റയടിക്ക് നമ്മളെ പരിപാടി ഈസിയാക്കി. നമ്മൾ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെ യൂട്യൂബിൽ വരേണ്ട അല്ലെങ്കിൽ ഡിസ്പ്ലേയിൽ വരേണ്ടതും സെർച്ചിൽ വരേണ്ട ആഡൊക്കെ നമുക്ക് വേണ്ടിയിട്ട് 15 ഹെഡ്ലൈൻസും നമ്മളെ ലോങ് ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷൻസും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തിട്ട് ആഡ് ക്രിയേറ്റ് ചെയ്യാം. ഇനി ഞാൻ അവിടെ അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു എന്നുണ്ടെങ്കിൽ, അസറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് സ്കിപ്പ് ചെയ്ത് കൊടുക്കായിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ഒക്കെ നമ്മൾ റെസ്പോൺസീവ് ആയിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ ഐഡിയ വെച്ചിട്ട് എക്ക് വിട്ടു കൊടുക്കാണ്ട് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സ്കിപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ജനറേറ്റ് കൊടുക്കാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ. സോ അവിടെ നമുക്ക് നമ്മുടെ ലൈക്ക് ഐഡിയാസ് വെച്ചിട്ടുള്ള ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷനും ഒക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എനെ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ ഇപ്പം ഈ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ ചിലപ്പം ആളുകൾ കണ്ടുമടുത്തിട്ടുള്ള ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ ആവാം. ഇതിൽ ചിലതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ മാറ്റി കൊടുത്തിട്ട് ഓൾറെഡി ഉള്ളത് ഇപ്പം ഗെറ്റ് സർട്ടിഫൈഡ് ഇൻ ഡിജിറ്റൽ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ നമുക്ക് ഈ ഹെഡ്ലൈൻസ് അറിയാം, നമുക്ക് അങ്ങോട്ടും ഈ 2 ഹെഡ്ലൈൻസ് ഒരുമിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടായിരിക്കും സെർച്ച് ആഡുകളിൽ വരുന്നുണ്ടാവുക. ആൻഡ് അവിടെ ഡിസ്പ്ലേ ആഡിൽ വരേണ്ട ഇമേജ് എന്താണെന്നുള്ളത് നമുക്ക് അവിടെ യൂട്യൂബിലായിക്കോട്ടെ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഇമേജും വീഡിയോ ആഡ്സ് ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെ ഡിസ്കവറിൽ നമ്മളെ വെബ്സൈറ്റ് ഏതെങ്കിലും ഫോണിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ആഡുകൾ വരുന്നതായിട്ട്, അല്ലെങ്കിൽ ചില ലോക്ക് സ്ക്രീനിലൊക്കെ ആഡുകൾ വരുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനത്തെ കേസും ഉണ്ട്. സോ അങ്ങനെ ഹെഡ്ലൈൻസും ഡിസ്ക്രിപ്ഷനും ഒക്കെ ഓട്ടോമാറ്റിക്കലി കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. എന്റെ കേസിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്റെ കേസിൽ ഞാൻ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് ചെയ്തതിനു ശേഷം, അല്ലെങ്കിൽ അസറ്റ് ജനറേറ്റ് ചെയ്തതിനു ശേഷം ഈ അസറ്റുകൾ ഞാൻ എന്റേതായ രീതിയിൽ എന്ത് ചെയ്ത് കൊടുക്കും, എഡിറ്റ് ചെയ്ത് മാറ്റി കൊടുക്കും. ഇമേജസ് ഒക്കെ ഞാൻ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കും. ഈ അസറ്റുകളിൽ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷനും ലോങ് ഹെഡ്ലൈൻസും ഒക്കെ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കും, ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതിൽ ചിലത് നല്ലത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് അവിടെ വെക്കും, അല്ലാതെ ഞാൻ കംപ്ലീറ്റ്ലി മാറ്റി കൊടുക്കുന്നുണ്ടാവും. ആൻഡ് സൈറ്റ് ലിങ്ക്സ് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും സൈറ്റ് ലിങ്ക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. കോൾ ടു ആക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഓട്ടോമേറ്റഡ് ആയിരിക്കും, അത് മാറ്റി 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 ആയിരിക്കും വരുന്നുണ്ടാവുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് കോൾ ടു ആക്ഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്താണോ കോൾ ടു ആക്ഷൻ അവിടെ വരേണ്ടത്, ആ ഒരു കോൾ ടു ആക്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പം നമ്മളെല്ലാം കൂടിയത് എന്ന് പറയില്ലേ,
അപ്പം ഒറ്റൊന്ന് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യുന്നു, ഇത്രയും ദിവസം അല്ലെങ്കിൽ ഇത്രയും നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസ്പ്ലേ ആഡും വീഡിയോ ആഡും സെർച്ച് ആഡും ക്രിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ ഒരുമിച്ച് ചെയ്യാണ്. അസറ്റ് കൊടുത്തതും വീഡിയോന് ഇത് കൊടുത്തതൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. URL കൊടുത്തതും അതുപോലെ ഡിസ്പ്ലേ ആഡിന്റെ ഇമേജസ് കൊടുത്തതും ഒക്കെ നമ്മളിവിടെ സെറ്റപ്പ് ചെയ്തു. സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ആഡ്സ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ആഡ്സ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ലൈക്ക് വീഡിയോസ് ആയാലും ടെക്സ്റ്റ് ആയാലും ഇമേജസ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. ആഡ് സെറ്റപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോകുന്ന സെക്ഷനാണ് സിഗ്നൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞാണ് നമുക്ക് ഈ ഒരു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിന്റെ കേസിൽ പ്രോപ്പർ കീവേഡുകൾ ഇപ്പൊ എക്സാക്ട് മാച്ച് കീവേഡ് ആയിട്ടോ ബ്രോഡ് മാച്ച് കീവേഡ് നേരത്തെ കൊടുത്ത പോലെ സെർച്ചിൽ കൊടുക്കാൻ പറ്റില്ല. ഗൂഗിളിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു അപ് ടു 50 വരെ പറയുന്നുണ്ട്. ഏതൊക്കെ ടൈപ്പ് ഓഫ് സെർച്ചുകളിൽ അല്ലെങ്കിൽ എന്തിനെ പറ്റിയിട്ടൊക്കെ തീമാണ്, എന്ത് തീമുള്ള സെർച്ചുകൾ അല്ലെങ്കിൽ എന്ത് തീമുള്ള വീഡിയോ അല്ലെങ്കിൽ ചാനലുകളിലും അല്ലെങ്കിൽ എന്ത് തീം ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിലും ഒക്കെയാണ് എന്റെ ആഡ് കാണിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് അതുപോലെ നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള തീമും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ഇപ്പൊ ജസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നു, അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുന്നു. ദെൻ അടുത്ത SEO. അപ്പൊ എനിക്കൊരു 50 മാക്സിമം 50 എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓരോ ടേമും നമുക്ക് അവിടെ കാണിക്കുന്നുണ്ട് 80 വരെ പറ്റുള്ളൂ. അപ്പം സോഷ്യൽ മീഡിയ, അപ്പം മനസ്സിലാക്കേണ്ട കാര്യം വെറുതെ ഇത് കൊടുത്തു പോകുന്നതിനെക്കാട്ടും ഇതൊരിക്കലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സെർച്ച് ചെയ്യുന്ന ആളുകളെ നമ്മൾ ആഡ് കാണിക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള തീം ബേസ് ചെയ്തിട്ട് സെർച്ച് ചെയ്യുന്ന ആളുകളെയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള തീം ബേസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളിലേക്കും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള തീം ബേസ് ചെയ്തിട്ടുണ്ടാവുന്ന യൂട്യൂബ് ചാനലിലേക്കും ഒക്കെ ആയിരിക്കണം നമ്മളുടെ ആഡ് കാണിക്കുന്നുണ്ടാവേണ്ടത്. സോ അങ്ങനെയാണ് നമ്മൾ സെർച്ച് തീംസ് കൊടുക്കേണ്ടത്. സോ ഒരു സിഗ്നൽ ആണത്, ജസ്റ്റ് ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കൊടുക്കുന്നു എന്നുള്ളൂ. അത് ഞാൻ പറഞ്ഞ പോലത്തെ അതാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നമ്മളെ കറക്റ്റ് കാണിക്കേണ്ട ആളെ തന്നെ എക്സാക്ട് കാണിച്ചു വിടണമെന്നില്ല. കുറെ ആൾക്കാരെ കാണിക്കും, അതിൽ ചിലപ്പോൾ നമ്മളെ കാണേണ്ട ആളുകളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതാണ് പെർഫോമൻസ് മാക്സ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മള് ഓഡിയൻസ് സിഗ്നൽസ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഓഡിയൻസ് ഉണ്ടെങ്കിൽ സേവ്ഡ് ഓഡിയൻസിനെ ആഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള ഓഡിയൻസിന് നമുക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ളതും ഡെമോഗ്രാഫിക്സ് ബേസ് ചെയ്തിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള ഓഡിയൻസിനെ നമുക്ക് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഓൾറെഡി നമ്മൾ വീഡിയോ ആഡ്സും ഡിസ്പ്ലേ ആഡ്സും കൊടുക്കുന്ന സമയത്ത് കണ്ടതാണ്. നമുക്ക് അത് ബേസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെ, ഈ ഓഡിയൻസിന്റെ കേസിലും നമ്മൾ കൊടുക്കുന്ന കറക്റ്റ് ഓഡിയൻസിനെ കാണിക്കണം എന്ന് ഇല്ല. ഞാൻ പറഞ്ഞു ഇത് ബേസ്ഡ് ആണ്. സോ അപ്പം കാണിക്കുന്നത് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെയും ആ ഒരു ഓഡിയൻസിനെയും കാണിക്കുന്നുണ്ടാവും. അപ്പൊ എല്ലാ ഓഡിയൻസിനെയും കാണിക്കാൻ സാധ്യതയില്ല. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെയും ആൻഡ് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ള ഓഡിയൻസിനെയും കാണിക്കുന്നുണ്ടാവും എന്നുള്ളതാണ് ഈ ഡെമോഗ്രാഫിക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. ജസ്റ്റ് വേണമെങ്കിൽ ഒരു പേര് കൊടുത്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടെയും നമുക്ക് ആവറേജ് ഡെയിലി ബഡ്ജറ്റ് ആൻഡ് ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റ്, ഞാൻ പറഞ്ഞത് എപ്പോഴും ബീറ്റ ആണ്. നമ്മൾ ഇപ്പം അങ്ങനെ ഓപ്ഷൻ വന്നിട്ടേ ഉള്ളൂ. നമ്മൾ ആ ഒരു ആഡ്സ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് ഞാൻ പറഞ്ഞു ഡൈനാമിക് ആയിട്ട് ആഡ്സ് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഡൈനാമിക് അല്ല എന്നുണ്ടെങ്കിൽ റെസ്പോൺസീവ് ആയിട്ട്, ഡൈനാമിക്കും റെസ്പോൺസീവ് എന്ന് പറഞ്ഞാൽ ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ക്രിയേറ്റ് ചെയ്യും, AI വെച്ചിട്ട് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഈസിയാണ് പ്രോസസ്, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ടൈം സേവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. റെസ്പോൺസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, നമ്മൾ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ പ്രോപ്പർ ആയിട്ട് സെറ്റപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. നമ്മൾ തന്നെ ഇമേജും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇതിൽ രണ്ട് രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ആൻഡ് കീവേഡ് തീമും ഓഡിയൻസും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. രണ്ടും സിഗ്നൽസ് ആണ്. കീവേഡ് തീമാണ്, ഓഡിയൻസ് സിഗ്നൽസ് ആണ്. ഇത് രണ്ടും എക്സാക്ട് ആയിട്ടല്ല ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവുക. ഇത് ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ റിലേറ്റ് ചെയ്തിട്ട് ഗൂഗിളിന്റെ അടുത്ത് ഉണ്ടാവും. അവരൊക്കെ കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ
നമ്മളുടെ ഓഡിയൻസും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ത്രൂ കൂടുതൽ ലീഡ്സ് കിട്ടുന്നത്. സോ ഏവറേജ് ഡെയിലി ബഡ്ജറ്റും ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റും നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ടോപ്പിക് തന്നെയാണ്. ഏവറേജ് ഡെയിലി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതും ഒരിക്കലും എക്സാക്ട് അല്ല കേട്ടോ, ആവറേജ് ആണ്. അതായത് 100 അല്ലെങ്കിൽ 200 പറയുകയാണെന്നുണ്ടെങ്കിൽ 200 ഡെയിലി ആ ഒരു എമൗണ്ടിനായിരിക്കും ആഡ് ഉണ്ടാവുന്നുണ്ടാവുക. ഇനി ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡ്യൂറേഷൻ ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒരു ദിവസത്തേക്ക് ആഡ് ഉണ്ടാവുന്നുണ്ടാ ഇപ്പം ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു പീരീഡ് ഓഫ് ടൈമിൽ 20 ദിവസത്തേക്ക് നമുക്ക് റൺ ചെയ്യാൻ ഒരു 30,000 ഉണ്ട് കയ്യിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഈ 20 ദിവസത്തിന് ഈ ഒരു 30,000 വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് സ്പ്ലിറ്റ് ചെയ്ത് റൺ ചെയ്തോ എന്നുള്ളത് പറയാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ഒരു ദിവസത്തേക്കുള്ള ഫണ്ട് ആഡ് റൺ ചെയ്യാനുള്ള എമൗണ്ട് നമ്മൾ സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ രീതിയിൽ ആ ഒരൊറ്റ സിംഗിളുടെ ആ ഒരു എമൗണ്ടിന് മാത്രമേ ആഡ് റൺ ആവുന്നുണ്ടാവുള്ളൂ. സോ ആ ഒരു ക്യാമ്പയിൻ ഡെയിലി ബഡ്ജറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണോ നമ്മൾ ഡെയിലി ബഡ്ജറ്റ് അല്ലെങ്കിൽ ക്യാമ്പയിൻ ടോട്ടൽ ബഡ്ജറ്റ് കൊടുക്കുന്നത് ആ ഒരു എമൗണ്ടിനായിരിക്കും ആ ഒരു പീരീഡിലോ അല്ലെങ്കിൽ ആ ഒരു ദിവസമോ ആഡ് റൺ ആവുന്നുണ്ടാവുക. ടോട്ടൽ ബഡ്ജറ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കണം. ഡെയിലി ബഡ്ജറ്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഏത് പീരീഡ് തൊട്ട് അല്ലെങ്കിൽ ഏത് ദിവസം തൊട്ട് ഏത് ദിവസം വരെയുള്ള ഡേയ്സിലാണ് ആഡ് റൺ ചെയ്യുന്നത് പറഞ്ഞാലേ ആ ഏത് പീരീഡിലാണ് നമുക്ക് സ്പെൻഡ് എമൗണ്ട് കൊടുക്കേണ്ടതെന്നുള്ളത് പറയാൻ പറ്റും. ആൻഡ് ഫൈനലി നമ്മൾ കൊടുത്തതൊക്കെ കറക്റ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തതിലൊക്കെ പ്രോപ്പർ ആയിട്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമുക്ക് ഫൈനലി എന്ത് കിട്ടും, നമ്മളെ ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ടാവും. അവിടെ നമ്മളത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ റെഡ് കളർ കാണിക്കുന്നുണ്ടാവും. ആ റെഡ് കളർ ക്ലിയർ ചെയ്ത് കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പബ്ലിഷ് ഓപ്ഷൻ വരുന്നുണ്ടാവും. നമ്മളെ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ അവിടെ സെറ്റപ്പ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് അടുത്തൊരു കാര്യം. അവിടെ നമ്മൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഇവിടെ വരാൻ സാധ്യതയുള്ള ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ബിസിനസ് പ്രൊഫൈലിന്റെ അകത്ത്, അതായത് നമ്മൾ ചില കീവേഡ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാവും. ഈ ബിസിനസ് പ്രൊഫൈലിന്റെ അകത്ത് നമുക്ക് ടോപ്പിൽ വരണമെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ് പ്രൊഫൈലിന്റെ അകത്തേക്ക് സ്പോൺസേർഡ് ആയിട്ട് നമുക്ക് ആഡ് റൺ ചെയ്യാൻ പറ്റും. സ്പോൺസേർഡ് എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് ടോപ്പിൽ ആഡ് കൊണ്ടുവരാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് ബിസിനസ് പ്രൊഫൈലിന്റെ അകത്ത് ആഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ അസറ്റിന്റെ അകത്ത് നമുക്ക് വാട്സപ്പിന്റെ ചാറ്റിന്റെ ബട്ടൺ കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ ഇന്നലെ ആരോ ഡിസ്കസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ അസറ്റിൽ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. സോ ആക്ച്വലി നമുക്ക് ചെയ്യേണ്ടത്, ചില ആഡ് അക്കൗണ്ടിൽ മാത്രം ഇത് കാണുന്നുണ്ടായിരുന്നു, ഈ ഒരു ഓപ്ഷൻ വന്നിട്ടുള്ളത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വാട്സപ്പും അതുപോലെ തന്നെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലും ഒക്കെ നമ്മുടെ ഈ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അസറ്റിന്റെ അകത്ത് നമുക്ക് ഈ ലൊക്കേഷൻ എന്നുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഏത് അസറ്റിന്റെ അകത്ത് നമ്മളെ ഈ താഴെ കാണുന്ന ഈ വാട്സ്ആപ്പ് എങ്ങനെയാ കണക്ട് ചെയ്യാം? യെസ്, ഞാൻ അതിലേക്കാണ് വരുന്നത്, പറയാം. അപ്പം ഇപ്പം നമ്മൾ ഇവിടെ കാണുന്ന ഈ കോൾസ് ഒക്കെ പോലെ തന്നെ ലൊക്കേഷനും അല്ലെങ്കിൽ പ്ലേസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും അതുപോലെ തന്നെ വാട്സപ്പിന്റെ ചാറ്റിന്റെ ബട്ടണും വരുന്നതായിരിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ച്വലി ചെയ്യേണ്ടത് നമ്മള് ടൂൾസിന്റെ അകത്ത് ഡാറ്റ മാനേജർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂൾ ഉണ്ട്. ടൂൾസിന്റെ അകത്ത് ഗൂഗിൾ ആഡ്സിന്റെ ടൂളിന്റെ അകത്ത് ഡാറ്റ മാനേജർ എന്ന് പറഞ്ഞിട്ടൊരു ടൂൾ ഉണ്ട്. പക്ഷെ ഇവിടെ ഞാനിപ്പം എന്റെ ഈ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു സ്പോൺസേർഡ് ആയിട്ട് എന്ത് റൺ ചെയ്യാം, പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് സ്പോൺസേർഡ് ആയിട്ട് എനിക്ക് അസറ്റ് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സ്പോൺസേർഡ് ആയിട്ട് എനിക്ക് ആ ഒരു ആഡ് റൺ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കണക്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും.
ടൂൾസിൽ ഡാറ്റ മാനേജറിൽ പ്രൊഡക്റ്റ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. എനിക്ക് എൻ്റെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ GPP ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പം സെർച്ച് ചെയ്ത് നോക്കാം, ഇവിടെ ഉണ്ടാവും. സോ എനിക്ക് ഇവിടെ ഡയറക്ട്ലി കൊടുത്തിട്ട് ഏത് ലിങ്ക് ആണോ കണക്ട് ചെയ്യേണ്ടത്, ഇപ്പൊ ഞാൻ ഓൾറെഡി ലിങ്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഹാവ് എ ലൊക്കേഷൻ, അതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത്. ഇനി പോട്ടെ, ഞാനത് റിമൂവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്ട് ചെയ്യാൻ പറ്റും. ഇനി വാട്സപ്പ് ആണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ബിസിനസ്സിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഈ വാട്സപ്പ് ബിസിനസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അതിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും കണക്ട് ചെയ്യുന്ന സമയത്ത്. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ കൊടുത്തിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവും. ആ നോട്ടിഫിക്കേഷൻ ആ ഒരു നമ്പർ അല്ലെങ്കിൽ ആ ഒരു OTP ഇവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിനെയും ഗൂഗിൾ ആഡ്സുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം. സോ എനിക്ക് നേരത്തെ ഇവിടെ ആ ബിസിനസ് പ്രൊഫൈൽ കൊടുക്കാൻ പറ്റാഞ്ഞത് ഓൾറെഡി ഞാനൊരു ബിസിനസ് പ്രൊഫൈലുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എനിക്കത് മാനേജ് ചെയ്തിട്ട് ലിങ്ക്ഡ് ആണ്, ആ ഒരു ബിസിനസ് പ്രൊഫൈല് ലിങ്ക്ഡ് ആണ്. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനെ അൺലിങ്ക് ചെയ്ത് കൊടുക്കാം. സോ പിന്നെ ഞാനൊന്ന് വീണ്ടും സെയിം പ്രോസസ് കൂടെ ആഡ് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ കൊടുക്കുന്നു. എനിക്കിവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനിൽ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബിസിനസ് പ്രൊഫൈലിന്റെ അവിടെ വന്നെടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെർച്ച് ചെയ്യാം നിങ്ങളുടെ പേര് എന്താണോ നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലിന്റെ ആ ഒരു URL, അല്ലെങ്കിൽ അത് സെർച്ച് ചെയ്ത് നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് കൊടുക്കാം. ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ് പ്രൊഫൈലും ആ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടും തമ്മിൽ ലിങ്ക് ആയിട്ടുണ്ടാവും. ആൻഡ് ഇതിന്റെ ബെനിഫിറ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് അസറ്റില് അങ്ങനെ ആവുന്ന സമയത്ത് പുതിയൊരു ഓപ്ഷനും കൂടി വരും, പ്ലേസസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള. ആൻഡ് വാട്സപ്പ് ആണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലൊക്കേഷൻ ഇൻ വാട്സപ്പിന്റെ ചാറ്റിന്റെ അവിടെ വാട്സപ്പ് ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനും കൂടി അസറ്റിൽ വരുന്നുണ്ടാവും. സോ നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു സെക്ഷന്റെ അകത്തേക്കൊക്കെ സ്പോൺസേർഡ് ആയിട്ടുള്ള ആഡ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ ഒരു പ്ലേസസും അതുപോലെ തന്നെ ഈ വാട്സപ്പ് ഒക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട്, ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ലിങ്ക് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അസറ്റുകളിൽ അല്ലെങ്കിൽ ഈ ഒരു ബിസിനസ് പ്രൊഫൈലിലൊക്കെ സ്പോൺസേർഡ് ആയിട്ട് ആഡ് കാണിക്കുന്നുണ്ടാവുള്ളൂ. മൊത്തം കംപ്ലീറ്റ്ലി നമ്മൾ ആഡ് കാണിക്കണം, എന്നാലേ നമുക്ക് അവിടെ കാര്യം ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്. സോ ഒന്ന് ക്വിക്കായിട്ട് ഒന്നുകൂടി ഞാൻ ക്യാമ്പയിൻ ക്രിയേഷൻ പറഞ്ഞു പോവാം. സോ നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ചൂസ് ചെയ്യുന്നതിന്റെ ഒരു ഇന്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗോള് ഞാനിപ്പോൾ ഇവിടെ കൊടുത്ത സബ്മിറ്റ് ലീഡ്സും BGBs അല്ലാണ്ട് നമുക്ക് കൺവേർഷനിൽ കോളും ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. കോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഗോള് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യേണ്ട ഗോൾ എന്താണെന്നുള്ളത് കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ടുള്ള എന്തെങ്കിലും ഗോൾ ഉണ്ടെങ്കിൽ അതും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. മെസ്സേജ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി സെലക്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ലീഡ് ഫോമും PHPs ആണ് കൊടുത്തത്. നമുക്ക് ഗോൾ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ പെർഫോമൻസ് മാക്സ് കൊടുത്തു. ആൻഡ് നമ്മൾ ഏത് വെബ്സൈറ്റിലേക്കാണ് എന്നുള്ളത് സെറ്റ് ചെയ്ത് കൊടുത്തു. ലാൻഡിംഗ് പേജ് ആണ്. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ബിഡിങ്ങില് കൺവേർഷൻസ് കൊടുക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഇത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഡ്സ്. അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ റവന്യൂ ബേസ്ഡ് ആണെങ്കിൽ കൺവേർഷൻ വാല്യൂ ആണ് കൊടുക്കേണ്ടത്. ടാർഗറ്റ് CPA വേണമെങ്കിൽ കൊടുക്കാം. ലിമിറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഒരു കൺവേർഷനുള്ള പേയ്മെന്റ് നമുക്ക് ഇത്രയും തരാൻ പറ്റുമെന്ന് ഗൂഗിളിന് വേണ്ടി ലിമിറ്റ് ചെയ്യാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിള് കൺവേർഷൻസ് കിട്ടുന്നുണ്ടാവും, ലീഡ്സ് ജനറേറ്റ് ആവുന്നുണ്ടാവും, പക്ഷെങ്കിൽ അതിനൊരു ലിമിറ്റേഷൻസ് ഉണ്ടാവില്ല. എത്ര രൂപയ്ക്ക് വേണമെങ്കിലും ബിഡ് ചെയ്യുന്നുണ്ടാവും. ഗൂഗിൾ ബിഡ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല പൈസക്കൊക്കെ ബിഡ് ചെയ്തിട്ട് നമുക്ക് കൺവേർഷൻസ് കൊണ്ടുതരും. പക്ഷെ പൈസ സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ടാർഗറ്റ് കോസ്റ്റ് പെർ ആക്ഷൻ കൊടുക്കേണ്ടതില്ല. ഇനി ഓൺലി ബിഡ് ഫോർ ന്യൂ കസ്റ്റമേഴ്സ്, പുതിയ കസ്റ്റമേഴ്സിന് മാത്രം ബിഡ് ചെയ്യണമെങ്കിൽ ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ദെൻ ക്യാമ്പയിൻ സെറ്റിംഗ്സിനകത്ത് നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുവരുന്ന കുറെ സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ മോർ സെറ്റിംഗ്സിൽ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടു. നമുക്ക് അവിടെ നമ്മളെ ഏതാണ്
നമ്മുടെ ടാർഗറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ദെൻ നമ്മളെ ലൊക്കേഷൻ ഓപ്ഷനിൽ നമ്മുടെ അറിയാം അത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ദെൻ ലാംഗ്വേജ് ഞാൻ പിന്നെ കൂടുതലും പറയേണ്ട ആവശ്യമില്ല. പൊളിറ്റിക്കൽ ആഡ്സ് ആൻഡ് മോർ സെറ്റിംഗ്സിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ക്ലൂഷൻ ഒക്കെ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും ഒക്കെ സെറ്റപ്പ് ചെയ്യാവുന്നതാണ്. ഇനി അസറ്റ് ജനറേഷൻ നമുക്ക് ഈ സെക്ഷനിലായിരുന്നു നമ്മൾ അവിടെ നേരെ പോയിട്ട് അവിടെ ഡൈനാമിക്കും റെസ്പോൺസീവും അല്ലെ. ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ജനറേറ്റ് അസറ്റ് കൊടുത്ത് ഒരൊറ്റ ബട്ടൺ ക്ലിക്കിൽ സംഭവം മൊത്തം അവിടെ ക്രിയേറ്റ് ആയി കിടക്കുന്നുണ്ടാവും. സോ ഒറ്റ ക്ലിക്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജനറേറ്റ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ യൂസ് ചെയ്യാം. ഈ അസറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നേരെ നമുക്ക് സംഭവം റെഡി ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇനി എനിക്ക് ആ ജനറേറ്റ് അസറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലാണ്ട് അവിടെ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പോലെ ഈ ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ഒക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. നമുക്ക് ആ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ ഒന്നും ആരും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ തന്നെ എന്ത് ചെയ്യണം, സെപ്പറേറ്റ്ലി കണ്ടുപിടിച്ച് പുതിയ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ ഒക്കെ സെറ്റപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ റെസ്പോൺസീവ് ആവുന്ന സമയത്ത് നമ്മളുടെ ഐഡിയ വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം. ഗൂഗിൾ അവിടെ സജഷൻ തരുന്നുണ്ടാവും, നമുക്ക് വേണമെങ്കിൽ അത് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ആളുകളും കുറച്ചുകൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും റെസ്പോൺസീവ് നമ്മൾ ഡൈനാമിക് ആയിട്ട് ചെയ്യുന്നുണ്ടാവുക. റെസ്പോൺസീവ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് റെസ്പോൺസീവ് ആയിട്ട് നമ്മൾ ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നുണ്ടാവും. നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം, അതായത് സെർച്ച് ആഡ്, ഡിസ്പ്ലേ ആഡ്, അതുപോലെ തന്നെ വീഡിയോ ആഡ് ആൻഡ് നമ്മളെ ബിസിനസ് പ്രൊഫൈലിൽ കാണിക്കുന്ന ആഡുകൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ അതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ദെൻ നെക്സ്റ്റ് ഉണ്ടാവുക നമ്മളെ സൈറ്റ് ലിങ്കുകൾ. മറന്നുപോയിട്ടില്ല എന്നിരിക്കും. സൈറ്റ് ലിങ്ക് ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാവുന്ന കൊണ്ടാണ്. നമ്മളെ ആഡിന്റെ കൂടെ എക്സ്ട്രാ ആയിട്ട് നമുക്ക് താഴത്ത് കാണിക്കാൻ പറ്റുന്ന ലിങ്കുകൾക്ക് പറയുന്ന പേരാണ് സൈറ്റ് ലിങ്ക്സ് എന്നുള്ളത്. സോ സൈറ്റ് ലിങ്ക്സുകൾ നമുക്ക് നമ്മുടെ വേറൊരു പേജസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പേജിലേക്കും കൂടി ആളുകൾ എത്തിക്കാൻ വേണ്ടിയിട്ട് സൈറ്റ് ലിങ്കുകൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമുക്ക് അവിടെ CTA സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളത് വീഡിയോ ആഡ്സിലും അതുപോലെ തന്നെ കണ്ടതാണ്. നമുക്ക് ഏതാണ് CTA വേണ്ടതെന്നുള്ളത്, നമുക്ക് അവിടെ വരേണ്ടത് എന്താണെന്നുള്ളത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. യൂട്യൂബിലായിക്കോട്ടെ, ഡിസ്പ്ലേ ആയിക്കോട്ടെ, നമുക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കോൾ ടു ആക്ഷനിൽ ലേൺ മോർ ആണെങ്കിൽ ലേൺ മോർ, സൈനപ്പ് ആണെങ്കിൽ സൈനപ്പ്, നമുക്കത് അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അവിടെ സൈനപ്പ് ആയിട്ട് മാറി ലേൺ മോർ മാറിയിട്ട്, അപ്പോൾ നമ്മൾ എന്താണോ കോൾ ടു ആക്ഷൻ കൊടുക്കുന്നത് അതനുസരിച്ച് അത് മാറുന്നുണ്ടാവും. ആൻഡ് നമുക്ക് ടെക്സ്റ്റ് ആണോ ലൈക്ക് URL ആണ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. ദെൻ സെർച്ച് തീം എന്നുള്ളത്, ഈ സെർച്ച് തീം എന്നുള്ളത് നമ്മൾ പറഞ്ഞു, സെർച്ച് തീം ഒരിക്കലും ഡയറക്റ്റ് ടാർഗറ്റിംഗ് അല്ല. അതെപ്പോഴും നമുക്ക് ഒരു അറൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ബ്രോഡ് ആയിട്ടുള്ള ടാർഗറ്റിംഗ് ആണ്. ജസ്റ്റ് ഒരു ഐഡിയ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൂഗിളിന് ഏതാണ് നമ്മൾ ഓഡിയൻസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ കൊടുക്കുന്നത് നമ്മൾ കീവേഡ്സ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഓക്കെ ഞാൻ സെർച്ച് തീമിൽ ഡിജിറ്റൽ മാർക്കറ്റർ ഇൻ അല്ലെങ്കിൽ പെർഫോമൻസ് മാർക്കറ്റർ ഇൻ കേരള അല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റ്സ് ഇൻ കൊച്ചി എന്നുള്ള രീതിയിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ആ സെർച്ചിൽ മാത്രമേ എന്റെ ആഡ് കാണിക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത്. അത് ജസ്റ്റ് ഒരു മെൻഷൻ ചെയ്ത് കൊടുക്കുകയാണ്, ഇത് ആണ് എന്റെ തീം, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റിലും സെർച്ച് ചെയ്യുമ്പോൾ കാണിച്ചു കൊടുത്താൽ മതി എന്നുള്ളത്. സെയിം ആസ് ഓഡിയൻസ് സിഗ്നൽസ് നമുക്ക് അത് സെറ്റപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഈ അഡീഷണൽ സിഗ്നൽസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡെമോഗ്രാഫിക്സ് ഒക്കെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം, ഏത് ആൾക്കാരെയാണ് ടാർഗറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. സോ നമ്മൾ ഫീമെയിൽ മെയിൽ എടുത്താൽ അവർ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടാവും, അതിൽ വ്യത്യാസം ഉണ്ടാവില്ല. പിന്നെ ഈച്ച് കാറ്റഗറി നമ്മൾ എത്ര കൊടുത്തു കഴിഞ്ഞാലും ആ ഈച്ച് കാറ്റഗറി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആവാനായിട്ടുള്ള ആൾക്കാരൊക്കെ കാണിക്കുന്നുണ്ടാവും. മെയിൻ ആയിട്ട് നമ്മൾ കീവേഡ് തീം കൊടുക്കുന്നത് അത് പ്രോപ്പർ ആയിട്ടുള്ള ടാർഗറ്റിംഗ് അല്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. സംഭവം അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആസ് യൂഷ്വൽ നമ്മൾ ഡെയിലി ബഡ്ജറ്റും അതുപോലെ തന്നെ ക്യാമ്പയിൻ ബഡ്ജറ്റും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പക്ഷെ അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യാമ്പയിൻ പബ്ലിഷ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് പലതരത്തിൽ ഇതിനെ ഒപ്റ്റിമൈസ് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിയേറ്റീവ്സ് മാറ്റി കൊടുക്കാം, നെഗറ്റീവ് കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കാം, പ്ലേസ്മെന്റുകൾ, കാരണം എല്ലാം ഉണ്ടല്ലോ. പ്ലേസ്മെന്റുകൾ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെഗറ്റീവ് പ്ലേസ്മെന്റ്സ് കൊടുക്കാം. വെൻ ആൻഡ് വെയർ ആഡ് ഷോൺ ഓർമ്മണ്ടെന്ന് വിചാരിക്കുന്നു, അവിടെയാണ് നമുക്ക് പ്ലേസ്മെന്റ് കൊടുക്കാനുള്ള സെക്ഷൻ ഉള്ളത്. അപ്പൊ ആ പ്ലേസ്മെന്റിൽ നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്ത് കൊടുക്കാം, നമുക്ക് വേണ്ടാത്ത പ്ലേസ്മെന്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ഒപ്റ്റിമൈസേഷൻ ചെയ്യാവുന്നതാണ്. ആൻഡ് നമുക്ക് പറ്റാവുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഫസ്റ്റ് കയറിയിട്ട് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സെർച്ച് ആഡും പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ആഡ് ക്യാമ്പയിനോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ
മാറ്റി മാറ്റി ചെയ്യുന്നതും ഒരു കൺവേർഷൻ എന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഏതാണ് നമ്മുടെ കൺവേർഷൻ എന്നുള്ള മനസ്സിലായിട്ടുള്ള ഒരു ആഡ് അക്കൗണ്ടിന്റെ അകത്ത് നമ്മൾ പ്രോപ്പർ പെർഫോമൻസ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നതും ഫസ്റ്റ് ആയിട്ട് ഒരു കൺവേർഷനും ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ വെബ്സൈറ്റിനകത്ത് ഒരു ഡീറ്റെയിൽസും ഇല്ലാത്ത അല്ലെങ്കിൽ സോറി ആഡ് അക്കൗണ്ടിൽ ആ ഒരു ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്ത ആഡ് അക്കൗണ്ടിൽ ഫ്രഷ് ആയിട്ടുള്ള ഒരു ആഡ് അക്കൗണ്ടിൽ പോയിട്ട് പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ സമയത്ത് റൺ ചെയ്യുന്ന സമയത്ത് പാളാൻ സാധ്യതയുണ്ട്. നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുള്ള കൺവേർഷൻ കിട്ടണമെന്നില്ല, ഫണ്ട് കൂടുതൽ സ്പെൻഡ് ചെയ്ത് പോകാനുള്ള കേസ് ഉണ്ട്. കാരണം പെർഫോമൻസ് മാക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫണ്ട് കൂടുതൽ ബിഡിങ് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടാവും. എസ്പെഷ്യലി നമ്മൾ CPA കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ ബിഡ് ചെയ്യുന്നുണ്ടാവും. നല്ല ഫണ്ട് പൊട്ടിപ്പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം എല്ലായിടത്തും കാണിക്കുന്നുണ്ടാവും ആഡ്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വെറുതെ കുറെ ആൾക്കാരുടെ നിന്ന് ക്ലിക്കും കാര്യങ്ങളൊക്കെ കിട്ടും. കാരണം നമുക്ക് അവിടെ തീം കൊടുക്കാനേ പറ്റുള്ളൂ. വേണ്ടാത്ത ഒരുപാട് ആളുകൾക്ക് നമ്മൾ ആഡ് കാണുന്നുണ്ടാവും. ഇനി കൺവേർഷൻ സെറ്റപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ആഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ എന്താണ് കൺവേർഷൻ എന്നുള്ളത് ഗൂഗിളിൽ പഠിക്കാൻ പറ്റും, ഗൂഗിളിൽ മനസ്സിലാവുന്നുണ്ടാവും. അതുകൊണ്ട് അത് വെച്ചിട്ട് അത് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കൺവേർഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളെ ആയിരിക്കും ഗൂഗിൾ കാണിക്കുന്നുണ്ടാവുക. എന്നാൽ അതിൽ ലോട്ട് ഓഫ് പീപ്പിൾസ് ഉണ്ടാവും. അതിന്റെ ഉള്ളിൽ നിന്നുള്ള കുറെ ആൾക്കാരെ കാണിക്കുന്നതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് നല്ല കൺവേർഷനും കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ആൻഡ് മറന്നു പോകണ്ട, നമ്മൾ പ്രൊഡക്റ്റിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സോ അവിടെ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ വെബ്സൈറ്റ് ആയിട്ട് സോറി ആഡ് അക്കൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ യൂസ് ചെയ്താൽ മതി. സോ നമുക്ക് എക്സ്ട്രാ ആയിട്ട് പുറത്തുള്ള ഈ ബിസിനസ് പ്രൊഫൈലിനെയും വാട്സപ്പിനെയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ അസറ്റുകളിലേക്ക് ആഡ് ചെയ്യാനും അതിനെ കുറച്ചുകൂടി നമ്മളെ ആഡ് അക്കൗണ്ട് ആയിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ആഡ് അക്കൗണ്ട് ആയിട്ട് എന്നുള്ളതാണ്. സോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഡ് അക്കൗണ്ട് ഈ ഒരു ഒറ്റ സിംഗിൾ ആഡ് അക്കൗണ്ടിൽ നിങ്ങൾ സിംഗിൾ ക്യാമ്പയിൻസ് മാത്രം ചെയ്യുക, അതായത് ഒരേ സാധനത്തിന്റെ ക്യാമ്പയിൻസ് മാത്രം ചെയ്യാണ്ട് ഡിഫറെന്റ് പ്രൊഡക്റ്റിന്റെ ക്യാമ്പയിൻ ചെയ്ത് അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ലൊക്കേഷനിലേക്കോ അല്ലെങ്കിൽ ഡിഫറെന്റ് ലൊക്കേഷൻ അല്ല ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻ ചെയ്താലുള്ള പ്രശ്നം ഇപ്പൊ ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് വേണ്ടാത്ത കൺവേർഷൻസ് ഗൂഗിൾ കൊണ്ടുതരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പ്രോപ്പർ സെറ്റ് ചെയ്തിട്ട് ആ ആഡ് അക്കൗണ്ടിന് എന്താണ് നമ്മളുടെ ഈ ഒരു ആഡ് അക്കൗണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഈ ആഡ് അക്കൗണ്ട് കൊണ്ട് നമ്മൾ റൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ക്യാമ്പയിൻസ് ഏതൊക്കെയാണ്, ഏത് സർവീസിന് വേണ്ടിയിട്ട് ലീഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് പ്രോപ്പർ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത ആഡ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിസൾട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. നല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു 3 ആഡ് അക്കൗണ്ട് 3 സ്ഥലത്തേക്ക് വിൽക്കാനുള്ള കാരണം രണ്ടെണ്ണം ഓഫ്ലൈൻ ആണ്. CDI കൊച്ചിക്ക് വേണ്ടിയിട്ട് ഒന്നുണ്ട്, CDI കാലിക്കറ്റിന് വേണ്ടിയിട്ട് ഒന്നുണ്ട്, CDI ഓൺലൈനിന് വേണ്ടിയിട്ട് ഒന്നുണ്ട്. സോ അവിടെ ആഡ് അക്കൗണ്ടിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നമ്മൾ ഓൺലൈൻ ഓൺലൈൻ പഠിക്കുന്ന ലേണേഴ്സിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആഡ് അക്കൗണ്ട് എന്നുള്ളത്. സോ ആ രീതിയിലാണ് നമ്മൾ ആ ഡിഫറെന്റ് ആഡ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നത്. ഡിഫറെന്റ് ആഡ് അക്കൗണ്ടിൽ ഡിഫറെന്റ് ആഡുകളായിരിക്കും റൺ ചെയ്യുന്നുണ്ടാവുക. സോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ചെയ്യുന്നത്. ക്യാമ്പയിൻ ചെയ്യുന്ന സമയത്ത് സംഭവിക്കാവുന്ന അബദ്ധങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കൺവേർഷൻ ട്രാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തോ. പക്ഷെങ്കിൽ അത് നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്തിട്ട് ക്യാമ്പയിൻസിൽ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ക്യാമ്പയിൻ നമുക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തത് പോസ് ചെയ്ത് വെച്ചോ അല്ലെങ്കിൽ ജസ്റ്റ് ഡ്രാഫ്റ്റിൽ ഇട്ട് വെച്ചോ, കംപ്ലീറ്റ് ചെയ്യാണ്ട് ഡ്രാഫ്റ്റിൽ ഇട്ട് വെച്ചോ. ഡ്രാഫ്റ്റിൽ ഇട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ കൺവേർഷൻ ട്രാക്കിംഗ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ബാക്കി ക്യാമ്പയിൻസ് ഒക്കെ നിങ്ങൾ ചെയ്തോ. ബാക്കി ക്യാമ്പയിൻസ് ഡിസ്പ്ലേ ക്യാമ്പയിൻ ആയിക്കോട്ടെ, വീഡിയോ ക്യാമ്പയിൻ ആയിക്കോട്ടെ, സെർച്ച് ക്യാമ്പയിൻ ഒക്കെ ചെയ്തോ. പക്ഷെ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ നമുക്ക് ലാസ്റ്റിലേക്ക് കുറച്ച് അവസാനത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ചെയ്യേണ്ടത്. ഇതൊക്കെ ആയിരിക്കും നമ്മൾ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറെ ഡിഫിക്കൽട്ടീസും കാര്യങ്ങളൊക്കെ. ഒരു ഐഡിയ കിട്ടിയോ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിനെ പറ്റി? തംസ് അപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ യെസ് ഓക്കെ. സോ നമുക്കിനി ഷോപ്പിംഗ് ക്യാമ്പയിൻസ് റൺ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കണക്ട് ചെയ്ത പോലെ ഗൂഗിൾ മെർച്ചന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്,
നമ്മളെ ആഡ് അക്കൗണ്ടിനെ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഷോപ്പിഫൈയിലുള്ള പ്രൊഡക്റ്റിനൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ആഡുകൾ റൺ ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ പിന്നെ നമ്മള് നേരത്തെ ആരോ ഒരു കാര്യം പറഞ്ഞ, അതായത് നമുക്ക് ചില കേസിൽ ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ഇഷ്യൂസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ചില ഡെബിറ്റ് കാർഡുകളിലോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകളിലോ ഈ ഒരു ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഓൺ അല്ല എന്നുണ്ടെങ്കിൽ, അത് നമ്മൾ ജസ്റ്റ് ഓൺലൈനിൽ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടുള്ളതല്ല, അല്ലാണ്ട് തന്നെ നമുക്ക് അവിടെ ലൈക്ക് ഓൺലൈൻ നമ്മളെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മാനേജ് പേയ്മെന്റ് അല്ലെങ്കിൽ അവിടെ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷൻ്റെ അകത്ത് നമുക്ക് ആക്ച്വലി അവിടെ ഒരു ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അത് ഓൺ ആയി കൊടുക്കണം ചില കേസസിലാണ്. ചില റുപ്പേ കാർഡ്സിലൊന്നും ഫണ്ട് ആഡ് ചെയ്യാൻ ചിലപ്പോൾ എറർ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ HDFCന്റെ കാർഡുകളിലും അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ചുകൂടി ലൈക്ക് അങ്ങനത്തെ കാർഡുകളിലൊന്നും വരാറില്ല, ചിലപ്പോൾ റുപ്പേ കാർഡിന് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഓൺ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി ചില കേസസിൽ നമ്മളോട് ജസ്റ്റ് അവരെ കസ്റ്റമർ കെയറിന് തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നുണ്ടാവും. തിരിച്ചു വിളിക്കുന്ന സമയത്ത് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഓൺ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് അവർ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ടാവും. അത് ഇൻസ്ട്രക്ഷൻ ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ, പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ കൊമേഴ്സ് ട്രാൻസാക്ഷൻ ഓൺ ആക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ ആഡ് അക്കൗണ്ടിന്റെ അകത്തേക്ക് ഫണ്ട് ആഡ് ആവുന്നുണ്ടാവും. ഓക്കെ, ഫൈൻ. സോ അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആഡ് അക്കൗണ്ടിൽ ഫണ്ട് ആഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അത് നമ്മളെ ആഡ്സ് എന്ന് പറഞ്ഞ സെക്ഷന്റെ അകത്ത്, അല്ലെങ്കിൽ സോറി ഈ ഒരു ബില്ലിങ്ങിൽ പോയിട്ട് നമ്മളെ ബാലൻസിൽ ഒരിക്കലും നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യരുത്. അത് ലാസ്റ്റ് ട്രാൻസാക്ഷന്റെ അകത്തായിരിക്കും ആദ്യം വരുന്നുണ്ടാവുക. ആഫ്റ്റർ കുറച്ചു നേരം കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളുടെ ഈ ഒരു വാലറ്റിന്റെ അകത്തേക്ക് അത് വരുന്നുണ്ടാവുക. അത് കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ, പേടിക്കേണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടേ നമ്മളെ ആ ഒരു അക്കൗണ്ടിന്റെ വാലറ്റിലേക്ക് വരുന്നുണ്ടാവുള്ളൂ. ആദ്യം ട്രാൻസാക്ഷനിലായിരിക്കും ഉണ്ടാവുക, ദെൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വാലറ്റിലേക്ക് വരുന്നുണ്ടാവുക. ആൻഡ് ചില കേസിൽ നമ്മൾ അത്യാവശ്യം ആഡ് സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ മാത്രമേ, നിങ്ങൾ പുതിയ ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കിട്ടൂല. അത്യാവശ്യം നല്ല ആഡ് സ്പെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ഗൂഗിൾ ഇങ്ങോട്ട് ക്രെഡിറ്റ് ആയിട്ട് പേയ്മെന്റ് തരാറുണ്ട് ഇപ്പം. അതായത് നമുക്ക് ഇങ്ങോട്ട് പേയ്മെന്റ് തരും, ആ അക്കൗണ്ട് വെച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു മിനിമം എമൗണ്ട് ഉണ്ടാവും. സോ ഞാൻ പറഞ്ഞു വന്നത്, ലാസ്റ്റ് പേയ്മെന്റ് ഒരിക്കലും ഇവിടെ ആയിരിക്കും ലാസ്റ്റ് പേയ്മെന്റ് വരുന്നുണ്ടാവുക. അത് നേരെ അവൈലബിൾ ഫണ്ടിലേക്ക് വരണമെന്നില്ല. വാലറ്റിൽ ആ ഒരു ഫണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. വാലറ്റിൽ എപ്പോഴാണോ ഫണ്ട് വരുന്നത് അപ്പോഴേ ആഡ് റണ്ണായി തുടങ്ങുന്നുണ്ടാവുള്ളൂ. നിങ്ങൾ ഫണ്ട് ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരിക്കലും ലാസ്റ്റ് പേയ്മെന്റിൽ വന്നിട്ടില്ല നിങ്ങളുടെ ഫണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെന്റ് ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും. അതൊരിക്കലും നിങ്ങളുടെ ഫണ്ട് പോവാനുള്ള സാധ്യത ഉണ്ടാവില്ല. അഥവാ പോയിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ചു നേരം മുന്നത്തെ കൊണ്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറുന്നുണ്ടാവും. സോ ലാസ്റ്റ് പേയ്മെന്റിൽ നിങ്ങൾക്ക് ഒന്നും വന്നിട്ടില്ല, ഫണ്ട് വന്നിട്ടില്ല, അത് പെൻഡിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അഥവാ ചിലപ്പോൾ ഇവിടെ കാണിക്കും പെൻഡിങ് ആണെന്നുണ്ടെങ്കിലും നമ്മളെ ഈ അക്കൗണ്ടിലേക്ക് ഫണ്ട് വന്നിട്ടുണ്ടാവില്ല. ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നും ഉണ്ടാവില്ല, അത് അവിടെ സ്റ്റക്ക് ആയിരിക്കും, നിങ്ങളെ അക്കൗണ്ടിൽ തന്നെ ഉണ്ടാവും, പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല. സോ ഇവിടെ വന്നെങ്കിൽ മാത്രം ഫണ്ട് ആഡ് ആയി എന്നുള്ളത് ഉറപ്പിക്കുക. ലാസ്റ്റ് പേയ്മെന്റ് നമ്മൾ ആ അന്നത്തെ ഡേറ്റ് ഇപ്പൊ മാർച്ച് 17 ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തിട്ടുള്ള ആ ഒരു എമൗണ്ട് അവിടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആയി. ഇനി ഒരു 10-15 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ അവൈലബിൾ ഫണ്ടിൽ വരും. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്തുകൊണ്ടെന്ന് മതി, അവിടെ വന്നിട്ടുണ്ടാവും. എപ്പോഴാണോ നമ്മുടെ വാലറ്റിൽ ഫണ്ട് വരുന്നത്, ആ വാലറ്റിൽ ഫണ്ട് വരുന്ന സമയത്ത് ആഡ് റണ്ണാൻ തുടങ്ങുന്നുണ്ടാവും. അപ്പൊ നമ്മൾ 4 ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ക്യാമ്പയിൻസിന്റെ അകത്തേക്കും ഈ ഒരു ഫണ്ട് തന്നെയായിരിക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. നമ്മളെ പേഴ്സിന്റെ അകത്തുള്ള പൈസ തന്നെയായിരിക്കും ഓരോ സാധനത്തിന്റെയും പൈസ പോകുന്നുണ്ടാവുക, അല്ലെ? നമ്മൾ ഓരോന്ന് വാങ്ങുമ്പോൾ അതിലുള്ള പൈസ നമ്മളെ പേഴ്സ് തന്നെയാണ് പോകുന്നുണ്ടാവുക. അതേപോലെ തന്നെ നമ്മൾ അവൈലബിൾ ഫണ്ടിന്റെ അകത്ത് തന്നെയായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ ക്യാമ്പയിൻസിന്റെ അകത്ത് നമുക്ക് ക്ലിക്ക് കിട്ടുന്ന സമയത്തും ഇംപ്രഷൻ കിട്ടുന്ന സമയത്തും ഒക്കെ ഫണ്ട് പോകുന്നുണ്ടാവാം. ഓക്കെ, അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ആൻഡ് എക്സോസ്റ്റ് ആവരുത്. നിങ്ങളെ കേസിലല്ല, ഞാൻ നിങ്ങളെ ഒരു ക്ലയന്റിന് വേണ്ടി ചെയ്യുന്ന കേസിലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ആഡ് അക്കൗണ്ടിനകത്തുള്ള അവൈലബിൾ ഫണ്ട് എക്സോസ്റ്റ് ആവരുത്. എക്സോസ്റ്റ് ആയാലുള്ള പ്രശ്നം ആഡ് സ്റ്റോപ്പ് ആവും,
വൺസ് ആഡ് സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പ്രശ്നമാവും, അന്ന് ലീഡ് ജനറേറ്റ് ആവില്ല. വൺസ് ആഡ് സ്റ്റോപ്പായി നമ്മളത് ഫണ്ട് സീറോയിൽ പോയിട്ട് പിന്നെയും ഫണ്ട് ആഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ലീഡ് കൗണ്ട് വളരെ കുറവാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ എക്സോസ്റ്റ് ആവാണ്ട് നോക്കുക. ആൻഡ് വൺസ് എക്സോസ്റ്റ് ആയി 1-2 ദിവസം അങ്ങനെ തന്നെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ ഫണ്ട് ആഡ് ചെയ്ത് ക്യാമ്പയിൻ വീണ്ടും റൺ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ചിലപ്പോൾ പിന്നെയും ലേണിംഗ് സ്റ്റേജിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അത്രയും കാലം നിങ്ങളെ ക്യാമ്പയിൻ തന്നിട്ടുണ്ടാവുന്ന റിസൾട്ട് പിന്നെ ക്യാമ്പയിൻ തരണമെന്നില്ല. അതുകൊണ്ട് ഇത് നോക്കാൻ വേണ്ടി മാത്രം ഒരാളെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അലാറം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പം എന്റെ കേസിലൊക്കെ ഞാൻ ആദ്യം വർക്ക് ചെയ്ത കമ്പനിയിൽ അതുപോലെ തന്നെ സിറ്റിയിൽ വന്നതിന് ശേഷം സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഫണ്ട് ആഡ് ചെയ്യും, ഫണ്ട് ആഡ് ചെയ്തിട്ട് ഫണ്ട് എക്സോസ്റ്റ് ആയത് ഞാൻ ശ്രദ്ധിക്കാറില്ല. ഞാൻ അത് ആക്ച്വലി പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ ലാപ്പിൽ മാത്രം ഗൂഗിൾ ആഡ്സ് ഓൺ ആക്കി ഇട്ടു. ഓപ്പൺ ആയിരുന്നു, പക്ഷെ എന്റെ മൊബൈൽ ഓപ്പൺ അല്ല. അപ്പം എന്റെ കയ്യിൽ മൊബൈൽ എപ്പോഴും ആ ഒരു നോട്ടിഫിക്കേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, ഫണ്ട് പോയിട്ടുള്ളത് അല്ലെങ്കിൽ ലൈക്ക് ഫണ്ട് എക്സോസ്റ്റ് ആയത് അറിയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഞാൻ ഫോണിൽ നിന്നും ഗൂഗിൾ ആഡ്സ് ആക്സസ് ചെയ്യാൻ തുടങ്ങി. കാരണം കുറച്ചുകൂടി എന്താ പറയാ, എനിക്ക് ഫണ്ട് പോയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ജസ്റ്റ് എപ്പോഴെങ്കിലും നോക്കണം എന്നുണ്ടെങ്കിലൊക്കെ ഇടയ്ക്ക് ഞാൻ അതൊരു ശീലമാക്കാൻ തുടങ്ങി. അതായത് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കയറുന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഗൂഗിൾ ആഡ്സിൽ പോയി നോക്കും. അപ്പം എന്റെ ഫോണിലെ എല്ലാ ആഡ് അക്കൗണ്ടും എല്ലാ മെയിൽ ഐ ഡിയും ഓപ്പൺ ആണ്, എല്ലാ ആഡ് അക്കൗണ്ടും ഓപ്പൺ ആണ്. അപ്പൊ ഞാൻ ഓരോന്നും എന്ത് ചെയ്യും, ജസ്റ്റ് എനിക്ക് ഇടയ്ക്ക് തോന്നുന്ന സമയത്ത് ഓരോ ആഡ് അക്കൗണ്ടിലും എന്താ റിസൾട്ട് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അവൈലബിൾ ഫണ്ട് അവിടെ എക്സോസ്റ്റ് ആയിട്ടില്ല എന്നുള്ളതും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടാവും. മെയിൽ വരുന്നുണ്ടാവും നിങ്ങൾക്ക് ഫണ്ട് എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട്, അതും കൂടി നോട്ടിഫിക്കേഷനിൽ വരുന്നുണ്ടാവും. സോ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ഇതിൽ വീക്ക് ആയിരുന്നു. അതായത് ഫണ്ട് ആഡ് റൺ അല്ലെങ്കിൽ സ്പെൻഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയുന്നുണ്ടാവില്ലായിരുന്നു. അപ്പം ചിലപ്പം രാവിലെ അക്കൗണ്ടിലെ ഫണ്ടൊക്കെ തീർന്നിട്ടുണ്ടാവും, വൈകുന്നേരം ആയിരിക്കും ഞാൻ അറിയുന്നുണ്ടാവുക. ഞാൻ വൈകുന്നേരം ക്യാമ്പയിന്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നുള്ളത് വെറുതെ ചെക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് അതിന്റെ ഫണ്ട് ഉണ്ടാവില്ല, അന്ന് ലീഡ് ഒന്നും ജനറേറ്റ് ആവാൻ പോകുന്നില്ല. ആൻഡ് ഡെയിലി റിപ്പോർട്ടിംഗ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, അതായത് ക്ലയന്റിന് നിങ്ങൾ ഡെയിലി റിപ്പോർട്ടിങ്സ് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് CDN ആഡ് തന്നെയായിരുന്നു കേട്ടോ അന്ന്, ക്ലയന്റിന് ആഡ് അല്ലാത്ത ഭാഗ്യം. ഡെയിലി റിപ്പോർട്ടിംഗ് കൊടുക്കുന്ന സമയത്ത് ലീഡ്സ് ജനറേറ്റർ 0, ഫണ്ട് സ്പെൻഡ് 0, ക്ലിക്സ് 0, ഇംപ്രഷൻ 0. ആലോചിച്ച് നോക്കിയേ, എന്താന്ന് നോക്കിയില്ലേ, ഇത്രയും 0 പെർഫോമൻസ് ഒറ്റൊരു ക്ലിക്ക് വന്നിട്ടില്ല. അപ്പം ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവാണ്ട് മാക്സിമം നോക്കണം. അത് ഉണ്ടായി കഴിഞ്ഞാൽ നല്ല പ്രശ്നമാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് മാക്സിമം നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ആൻഡ് മോണിറ്റർ ചെയ്യുക, നല്ലോണം മോണിറ്റർ ചെയ്യുക. ഒരു ആഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മോണിറ്റർ ചെയ്യുക. ആഡ് അക്കൗണ്ടിന് ആഡ് അക്കൗണ്ട് ഈസ് ലൈക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസ്, അല്ലെങ്കിൽ അതുപോലെ ആക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ എല്ലാം സെറ്റ് അല്ലേ, സെറ്റ് ടേംസ് ഒക്കെ റെഡി അല്ലേ, അല്ലെങ്കിൽ റിസൾട്ട് വരുന്നുണ്ടോ, നമുക്ക് ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാം. ഇംപ്രഷൻ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങൾ റൺ ചെയ്ത ആഡിന് ഇംപ്രഷൻ കിട്ടുകയാണ്, നിങ്ങൾ ആഡ് റൺ ചെയ്ത് ആളുകൾ കാണുകയാണ്, നിങ്ങൾ റൺ ചെയ്ത ആഡിന് ക്ലിക്ക് കിട്ടുകയാണ്, നിങ്ങൾ റൺ ചെയ്ത ആഡിന് കൺവേർഷൻ കിട്ടുകയാണ്. അതായത് ഒരു കമ്പനിക്ക് വേണ്ടി നിങ്ങളാണ് അവർക്ക് ലീഡ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻ ഒക്കെ റൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇംപ്രഷൻ കിട്ടും, നല്ല ക്ലിക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും, പക്ഷെ ചിലപ്പോൾ കൺവേർഷൻ കിട്ടാനുള്ള സാധ്യത കുറവായിരിക്കും. പക്ഷെ അങ്ങനെ കുറെ കാര്യങ്ങൾ, എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ നിങ്ങൾ ഇനി ഓരോ ക്യാമ്പയിൻസ് ഒക്കെ റൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാനുണ്ട്. ആൻഡ് ചില സമയത്ത് ക്യാമ്പയിൻസ് ഒന്നും വർക്ക് ആവുന്ന സമയത്ത് നമുക്ക് ലൈക്ക് അതൊരു എന്താ പറയുക, ഫെയിലിയർ അല്ല, കുറച്ചുകൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ചില ക്യാമ്പയിൻസ് ഒക്കെ ബെറ്റർ ആവാറുണ്ട്. ചിലപ്പോൾ നമ്മൾ ക്യാമ്പയിൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് ക്യാമ്പയിൻ ബെറ്റർ പെർഫോമിംഗ് ആയിരിക്കില്ല. ആ ക്യാമ്പയിൻ ചിലപ്പോൾ നമ്മൾ 1-2 ദിവസമൊക്കെ തീരെ പെർഫോമിംഗ് അല്ലാണ്ട് ഇരുന്ന സമയത്ത് പിന്നെ നമ്മൾ ചെറിയ ഒപ്റ്റിമൈസേഷൻസും കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു വീക്കോളം തീരെ പെർഫോമൻസ് ചെയ്യാത്ത സെർച്ച് ആഡുകൾ ഉണ്ടായിരുന്നു എന്റെ കേസിൽ. ഒരു വീക്കോളം തീരെ പെർഫോം ചെയ്യുന്നില്ല ആ ക്യാമ്പയിൻ. അപ്പൊ ഞാൻ വിചാരിച്ചത് രക്ഷയില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് പിന്നെയും നമ്മളെ ഈ കീവേഡ്സിന്റെ അകത്തും ഹെഡ്ലൈൻസിന്റെ അകത്തും കുറച്ച് ഒപ്റ്റിമൈസേഷനും ലാൻഡിംഗ് പേജിന്റെ അകത്ത് ചെറിയ എഡിറ്റുകളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ട് പിന്നെ ഒന്നുകൂടി ഒരു ദിവസം വെയിറ്റ് ചെയ്ത് റൺ ചെയ്ത് നോക്കുന്ന സമയത്ത് പിന്നെ ആ ക്യാമ്പയിൻ എന്താവാൻ തുടങ്ങി, വർക്ക് ആവാൻ തുടങ്ങി. ചിലപ്പം നമ്മൾ അതൊന്നും ഒപ്റ്റിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ക്യാമ്പയിൻ വർക്കാവും. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാമ്പയിൻ അതേപോലെ നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാമ്പയിൻസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ ബിഗ് എമൗണ്ടിന്റെ കേസിലാവാനുള്ള സാധ്യതയുണ്ട്.
നിങ്ങൾ ഈ CPA CPC കൊടുക്കുന്ന സമയത്ത് അത് ചെറിയൊരു പെർസെന്റേജ് വീക്കിലി ഒരു 10% വെച്ചിട്ട് നിങ്ങൾ കൂട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്ത് വരും, കുറച്ചുകൂടി ബെറ്റർ പെർഫോമിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ CPA CT ഒന്നും അല്ലെങ്കിൽ CPA അല്ലെങ്കിൽ CPC ഒന്നും ഇല്ലാണ്ട് ലിമിറ്റ് ഇല്ലാണ്ട് നിങ്ങൾ ആഡ് റൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ എന്താ അഞ്ജു സെർച്ച് ആയിട്ട് റൺ ചെയ്തിട്ട്? അഞ്ജുലാണ് റൺ ചെയ്തത്. സോ ഞാൻ ക്രിയേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ആയില്ല. ലാൻഡിംഗ് പേജ് കംപ്ലീറ്റ് ആയില്ല. ക്ലയന്റിന് വേണ്ടി ചെയ്തില്ലായിരുന്നോ? അതിപ്പോഴല്ല, അത് കുറച്ച് മുമ്പാണ്. ഓക്കെ ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ആർക്കെങ്കിലും? എനിവൺ? സോ ഇതാണ് ക്ലിയർ ആണല്ലേ സാർ? ഓ, അതുപോലെ തന്നെ ഇതില് ഈ പെർഫോമൻസ് മാക്സിൽ നമ്മൾ ലൊക്കേഷൻ കൊടുക്കല്ലോ, ഗൂഗിൾ മൈ ബിസിനസ് കൊടുക്കല്ലോ, അത് ഏറ്റവും നല്ലത് ലോക്കൽ വിസിറ്റില് GMB കൊടുക്കുന്നല്ല ഏറ്റവും യൂസ്ഫുൾ ആയിട്ട്? അതാവുമ്പോ കറക്റ്റ് ടാർഗറ്റ് ചെയ്യും. അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ പെർഫോമൻസ് മാക്സിൽ ഡെയിലി ബഡ്ജറ്റ് കൊടുക്കുമ്പോൾ ഫേസ്ബുക്കിനെ പോലെ ഇത് മാക്സിമം ഒരു 500 രൂപ കൊടുക്കുകയാണെങ്കിൽ 500 രൂപയും സ്പെൻഡ് ആക്കാനല്ല നോക്കുന്നത്, വീഡിയോയിലും എല്ലാത്തിലും ആക്കിയിട്ട്. പക്ഷെ സെർച്ച് ആക്കിൽ ഇപ്പൊ 500 രൂപ കൊടുക്കുകയാണെങ്കിൽ ഇപ്പം ആരും ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെർ ഡേ 500 രൂപ കൊടുക്കുകയാണെങ്കിൽ ആരും ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേയിലേക്ക് ബാക്കി അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകൂലേ? ക്യാരി ഫോർവേഡ് നമ്മൾ ആഡ് അക്കൗണ്ടിനാണല്ലോ പൈസ പോകുന്നത്. 500 കോടി ആരും ക്ലിക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ആയിരിക്കും ക്ലിക്ക് ചെയ്യുന്നുണ്ടാവും. ഫണ്ട് അങ്ങനെ ഇല്ലാണ്ടായി പോകുന്നില്ല, ആ രീതിയിലല്ല, ക്യാരി ഫോർവേഡ് ആയിട്ട് കുഴപ്പമില്ല. പിന്നെ ആപ്ലിക്കേഷനില് ഒപ്റ്റിമൈസ് ആണോ ഡോണ്ട് ഒപ്റ്റിമൈസ് ആണോ കൊടുക്കുന്നത് നല്ലത്? ആഡ് റൊട്ടേഷൻ വരുമ്പോ എങ്ങനെ ആഡ് റൊട്ടേഷൻ ഇല്ലേ, അതിൽ ഒപ്റ്റിമൈസ് ആണോ അല്ലെങ്കിൽ ഡോണ്ട് ഒപ്റ്റിമൈസ് കൊടുക്കുന്നതാണോ നല്ലത്? ആഡ് റൊട്ടേറ്റ് ചെയ്യുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും, ഒപ്റ്റിമൈസ് കൊടുത്തോ. പക്ഷെ നമുക്ക് ഒരു സിംഗിൾ ഇതിന്റെ പെർഫോമൻസ് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റൂലല്ലോ. ആഡിന്റെ അല്ലേ? അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഒപ്റ്റിമൈസ് ആണല്ലേ നല്ലത്? യെസ്, ആഡ് റൊട്ടേഷൻ തന്നെയാണ് നല്ലത്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ആലും വീണ്ടും വീണ്ടും എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് മെറ്റാറ്റ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. മെന്റലിസം പഠിക്കാൻ വേണ്ടി എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അത്. ഓക്കെ ഓക്കെ, ഞാൻ ഒരു കൊളീഗിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്, ലൈക്ക് നിങ്ങളെ മെറ്റാറ്റ്സ് ട്രെയിനറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആലുവിന്റെ ആഡ്, അതായത് ലേണറിന്റെ ആഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, മേ ബി നീ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിനക്കും വരാൻ സാധ്യത ഉണ്ട് എന്നുള്ളത്. ഓക്കെ ഓക്കെ, യെസ്. പിന്നെ ശ്രീശാന്ത് എന്തായി, ട്രാക്കിലേക്കായോ? ആയിട്ടില്ല, ഇപ്പോഴും പുറത്ത് തന്നെയാണ്. കേറണേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മളെ ഗൂഗിൾ മൈ ബിസിനസ് ആഡ് ചെയ്യുമല്ലോ, അപ്പൊ നമ്മളെ ഗൂഗിൾ ആഡ്സിന്റെ അക്കൗണ്ടിന്റെ മെയിൽ ഉണ്ടാക്കിയ ഗൂഗിൾ മൈ ബിസിനസ് തന്നെ വേണോ, അതോ വേറെ ഗൂഗിൾ മൈ ബിസിനസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? വേറെ ആഡ് ചെയ്യാൻ പറ്റും, നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഏതാണെന്നുള്ളത്. ഓക്കെ ഓക്കെ. അതുപോലെ തന്നെ നമ്മളുടെ ഒരു മെയിലിൽ 10 ആഡ് അക്കൗണ്ട് അല്ലേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന? ഓരോ ഡിഫറെന്റ് ഫീൽഡിനും നമുക്ക് ഇപ്പൊ എന്റെ കയ്യിലാണെങ്കിൽ മെന്റലിസ്റ്റിന് വേണ്ടിട്ട് ഒരു ആഡ് അക്കൗണ്ട്, ഹിപ്നോട്ടിസ്റ്റിന് വേണ്ടി ഒരു ആഡ് അക്കൗണ്ട്, ഓൺലൈൻ ട്യൂട്ടറിന് വേണ്ടി അങ്ങനെ ഒരു മെയിലിന്റെ അടിയിൽ ഇങ്ങനെ അണ്ടർ ആയിട്ട് ഒരു 10 എണ്ണം ക്രിയേറ്റ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. ആഡ് അക്കൗണ്ട് ഞാൻ ഡിഫറെന്റ് ആയിട്ടുള്ള സർവീസിന് വേണ്ടി ഡിഫറെന്റ് ആഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ നല്ലത്. ആഡ് അക്കൗണ്ടിന് അതിനു വേണ്ടി പഠിപ്പിച്ചെടുക്കുന്നതിന് നല്ലത്. ഓക്കെ. ആദിത്യ, എന്താ അവസ്ഥ? സാർ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ചെയ്ത് നോക്കുമ്പോ ഡൗട്ട് വരാൻ തുടങ്ങിയോ ആദിത്യ? ഇല്ല, ലാൻഡിംഗ് പേജ് സെറ്റായി എത്തിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണേ ലാൻഡിംഗ് പേജിന്റെ കേസിൽ തന്നെ. ക്ലിയർ ചെയ്യാം സാർ. ടെസ്നി, എന്തായി നമ്മുടെ ക്യാമ്പയിൻ ഒക്കെ? പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഒരു പേജ് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന്
ഓഫ് ചെയ്ത് വെച്ചാൽ പിന്നീട് എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. അതാണ് എന്റെ പ്രശ്നം. അത് ഡ്രാഫ്റ്റിൽ ഇറങ്ങുന്നില്ല. ഡ്രാഫ്റ്റിലുണ്ട്, പക്ഷെ പേജ് നമ്മൾ ഒരു പേജ് കംപ്ലീറ്റ് ചെയ്യാതിരുന്നാൽ, ഈ കീവേഡ്സിന്റെ ആ സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാതിരുന്നാൽ വീണ്ടും അത് അത് കണ്ടിന്യൂ എടുത്ത് വെച്ചാൽ മതി ശരിക്കും. ആക്ച്വലി അടുത്ത പേജിലേക്ക് പോയിട്ട് ജസ്റ്റ് നെക്സ്റ്റ് പേജിൽ പോയി കണ്ടിന്യൂ ചെയ്ത് ഓക്കെ. അനസ് എന്തായി? അനസിന്റെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടല്ലേ ആഡ് റൺ ചെയ്യുന്നത്? ഓൾറെഡി ഉള്ള വെബ്സൈറ്റിന് വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലാൻഡിംഗ് പേജ് കഴിഞ്ഞു. ലാൻഡിംഗ് പേജ് മാത്രമേ ഇപ്പൊ അതിലുള്ളൂ. അത് മാത്രം അങ്ങനെ ആക്കി വെച്ചാ ഞാനൊരു പോർട്ട്ഫോളിയോ രൂപത്തില്. ആ ലാൻഡിംഗ് പേജ് എനിക്ക് ഷെയർ ചെയ്ത് തരണേ അനസ്. ഓക്കെ. സർ, എന്റെ ലാൻഡിംഗ് പേജ് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റും? അതിനകത്ത് എന്തെങ്കിലും സർ ഒന്ന് നോക്കിയായിരുന്നു? ഞാൻ ഒന്നുകൂടെ നോക്കാം എന്തായാലും. സാറേ, ഈ സബ് ഡൊമൈന് വേണ്ടിട്ട് മെസ്സേജ് അയച്ചിട്ടേ ഇതുവരെ ഒന്നും സെറ്റ് ആയില്ല. ആൾ റിപ്ലൈ ഒന്നില്ല. ഇല്ല, റിപ്ലൈ മെയിൽ ഐ ഡി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പൊ തന്നെ പറയാം സുശാന്ത്, എന്തായാലും ഷെയർ ചെയ്യാൻ പറയാം. നാളത്തെ അവിടെ എന്തെങ്കിലും കിട്ടും. ഓക്കെ. യെസ്. ദെൻ ജുമാന എന്തായി? എന്താണ് അവസ്ഥ? ഏതാ ലാൻഡിംഗ് പേജ് ചെയ്തോണ്ടിരിക്കാം? ഐ മീൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ നമ്മളെ സബ് ഡൊമൈൻ തന്നെയാണോ? അല്ലല്ല, ഞാൻ എനിക്ക് ഓക്കെ. അതിൽ എന്തൊക്കെ കൊടുക്കാൻ കഴിയും? അതായത് ഇപ്പൊ എന്റേതാവുമ്പോൾ കമ്പനിന്റെ ഇങ്ങനെ ഒരുപാട് സർവീസസ് ഉണ്ടല്ലോ. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ രീതിയിൽ. നമ്മൾ പഴയ പോർട്ട്ഫോളിയോ ഉണ്ടോ എപ്പോഴും? ഓക്കെ, അതിലേക്കാ ചെയ്യുന്നത്? അതില് വേറെ പേജ്. വേറെ പേജ് ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തല്ലോ അല്ലേ? ഓക്കെ. പ്രസിദ്ധ എന്താണ് ചെയ്യാൻ തുടങ്ങിയില്ലേ അന്ന്? ഞാൻ ലാൻഡിംഗ് പേജ് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ എന്താ പറയണേ, ഈ ഹയർ നൗ ഈ കോൾ ടു ആക്ഷനിൽ നമ്മൾ ഫോമിലോട്ട് പോകണമല്ലോ. ലിങ്ക് മാത്രം പെൻഡിങ് ആണ് ലാൻഡിംഗ് പേജില്. അപ്പം ഇവിടെ വരെ ഫുൾ ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല, ബട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സെർച്ച് ആഡ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. മീൻസ് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും ഫുൾ ചെയ്തു. കീവേഡ്സ് ഒക്കെ ആഡ് ചെയ്തു. ടൈറ്റിൽ ആൻഡ് ഹെഡ്ലൈനും ഡിസ്ക്രിപ്ഷനും ഒക്കെ കുറച്ച് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് ആഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണേ, നമ്മൾ ബാക്ക് അടിച്ച് ചില സമയത്ത് പോകാൻ സാധ്യതയുണ്ട് കംപ്ലീറ്റ്ലി. ഞാൻ ഡ്രാഫ്റ്റില് നോക്കിയിരുന്നു. ഡ്രാഫ്റ്റിൽ കിടപ്പുണ്ട്. ഫൈൻ. ശരി. ദെൻ ശൈല എന്തായി? എവിടെ എത്തി ശൈല? ഓക്കെ. സഫ്രീൻ എന്തായി? എവിടെ എത്തി? ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെർച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ ഡിസ്പ്ലേ സെറ്റ് ചെയ്ത് ഡിസ്പ്ലേ തുടങ്ങി അല്ലേ? സർ, ക്രിയേറ്റീവ്സിന്റെ റേഷ്യോസ് ഒന്ന് സർ, ഈ അസൈൻമെന്റ് ട്രാക്കർ സാറ് ചോദിക്കുമ്പോ ലിങ്ക് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യാണോ ചെയ്യാ? അസൈൻമെന്റ് ട്രാക്കറിലേക്ക് ലിങ്ക് എടുത്തു വെച്ചോ? എടുത്തു വെച്ചിട്ടുണ്ട്. കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. സാർ, ഞാൻ ഈ അസൈൻമെന്റ് ട്രാക്കർക്ക് അതായത് സ്ക്രീൻഷോട്ട് എടുത്ത് ഗൂഗിൾ ഡ്രൈവിന്റെ ലിങ്ക് കൊടുത്തിട്ടുള്ളത്, അങ്ങനെയാണോ ചെയ്യുന്നത്? അത് മതി. നെസ്ന എന്തായി? നമ്മള് അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയ ആഡൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടോ? കിട്ടിയോ ക്യാമ്പയിൻ ബഡ്ജറ്റും ഡെയിലി ബഡ്ജറ്റും ഒക്കെ? നെസ്ന ഓക്കെ. വെൽ, അമൽ സംസാരിക്കാൻ പറ്റുമോ? വർക്കിലാണോ അമൽ? ചെയ്യുന്നില്ല അല്ലേ? കമ്പനിക്ക് വേണ്ടിയിട്ടൊക്കെ ആഡ് റൺ ചെയ്യുന്നില്ലേ? അമലില്ല. വേറെ ഡൗട്ട്സും കാര്യങ്ങളും ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്യാമ്പയിനും ഞാൻ ഇതിന്റെ
ആഡ്സ് കുറച്ച് കാണിച്ചു തരാം കേട്ടോ. പെർഫോമൻസ് മാക്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡിഫറെന്റ് പെർഫോമൻസ് മാക്സ് ആഡുകൾ, ഹെഡ്ലൈൻ ഡിസ്ക്രിപ്ഷനും അതുപോലെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ക്രിയേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പം വിയക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് മാക്സ് ക്യാമ്പയിൻസ്, അതുപോലെ പുതിയ വന്നിട്ടുള്ള ഒരു സലൂൺ, അതുപോലെ CDA ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിൽ see tomorrow. Thank you. Bye. Good night, guys. Thank you, sir. Thank you, sir. Sir. Okay.